ജെയിനീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ എഡ്യൂക്കേഷൻ ചാനലാണ്. എല്ലാവരും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. നമ്മുടെ ആദ്യ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന ചാപ്റ്ററാണ്. ചെറിയ സ്റ്റോറിയാണ്. നമുക്ക് തുടങ്ങാം. മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ ദുരൂഹമായ അല്ലെങ്കിൽ നിഗൂഢതയുള്ള, എളുപ്പം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്നതാണ്. അങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം. സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ടൈൽ. In the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. ടൈൽ. ഈ കഥയുടെ മെയിൻ കഥാപാത്രമാണ് ടൈൽ എന്ന് പറയുന്നത്. ഒരു വ്യക്തി, ഇദ്ദേഹം. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ്. വാണ്ടറിങ്സ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക, ലക്ഷ്യബോധമില്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ അലഞ്ഞു തിരിയുന്നതിനിടെ, കാലഘട്ടത്തിനിടയ്ക്ക് എന്നർത്ഥം. അങ്ങനെ അലഞ്ഞു തിരിയുന്നതിനിടയ്ക്ക് ഇദ്ദേഹം എവിടേക്ക് പോവുകയാണ്? ഫ്രം കോർട്ട് ടു കോർട്ട്. സാധാരണ നമ്മൾ കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ കോടതിയല്ല, ഒരു രാജസദസ്സ്, രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള സദസ്സ്. രാജസദസ്സിൽ നിന്ന് മറ്റൊരു രാജസദസ്സിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? റോഡ് ടു ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ സ്ഥലത്തെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലേക്കാണ് പോകുന്നത്. ആർച്ച് ഡ്യൂക്ക് അവിടുത്തെ പ്രഭുവിൻ്റെ സ്ഥാനപ്പേരാണ്. അപ്പോൾ ബാറ്റൻബർഗ് എന്ന സ്ഥലത്തെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസ്, കൊട്ടാരത്തിലേക്കാണ് റോഡ്, സവാരി ചെയ്തു എന്നർത്ഥം. ഇദ്ദേഹം എങ്ങനെയാണ് പോകുന്നത്? സവാരി ചെയ്തു പോകുന്നത് ഓൺ ഹിസ് ഡോങ്കി, കഴുതപ്പുറത്ത്. അവൻ്റെ തന്നെ കഴുതപ്പുറത്താണ് സവാരി ചെയ്യുന്നത്. അങ്ങനെ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈലിൻ്റെ രൂപവും ഭാവവും ഒക്കെ എന്താണ്? ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. ഹിസ്, അവൻ്റെ, ക്ലോത്ത്സ്, വസ്ത്രവും, ആൻഡ് അപ്പിയറൻസ്, രൂപവും, അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. അട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആകർഷിച്ചു. എവരി വൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന പ്രകൃതം എന്നർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. ഹിസ് ക്യാപ്പ്, അവൻ്റെ തൊപ്പി, വാസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക, ഉറപ്പിച്ച് വയ്ക്കുക എന്നൊക്കെയാണ്. സ്മാർട്ട്ലി, വളരെ നന്നായി തന്നെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടുണ്ട്? ഓൺ ഹിസ് ഹെഡ്, അവൻ്റെ തലയിൽ നല്ലൊരു തൊപ്പി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തൊപ്പിയുടെ പ്രത്യേകത എന്താണ്? ആൻഡ് 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ്. ഈ തൊപ്പിയിൽ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഉണ്ട്. 3 തിളങ്ങുന്ന ഫെദേഴ്സ്, തൂവലുകളുണ്ട്. ഓൺ ഇറ്റ്, ഇതിലുണ്ട്, ഈ തൊപ്പിയിലുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. ഡാൻസ്ഡ്, നൃത്തം ചെയ്തു. എന്തിൽ നൃത്തം ചെയ്തു? ഇൻ ദ ബ്രീസ്, ഇളം കാറ്റ് എന്നർത്ഥം. അപ്പോൾ ഇളം കാറ്റ് വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നു എന്നർത്ഥം. 3 തൂവലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നു. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ആസ് ഹി റോഡ്, ഇവനിങ്ങനെ പോകുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, റൈഡ് ചെയ്ത് പോവുകയാണല്ലോ കഴുതപ്പുറത്ത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇളം കാറ്റിൽ ഇങ്ങനെ 3 തൂവലുകൾ ആടുന്നത്. അങ്ങനെ പോയി കൊട്ടാരത്തിലേക്ക് കയറി. എവിടെ എത്തി? അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്. അറ്റ് ദ മെയിൻ എൻട്രൻസ്, പ്രധാന പ്രവേശന കവാടം എന്നർത്ഥം. ടു ദ പാലസ്, കൊട്ടാരത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യം കണ്ടത് ആരെയാ? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ ടൈൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അംഗരക്ഷകർ, ഭടന്മാരൊക്കെ ഉണ്ടാവും. രാജാവിന് ഭടന്മാർ. ഈ അംഗരക്ഷകരുടെ ഒരു ക്യാപ്റ്റനുണ്ട്, ഒരു നേതാവ് ഉണ്ടാവും, ലീഡർ. അപ്പോൾ അംഗരക്ഷകരുടെ ക്യാപ്റ്റനെയാണ് ആദ്യം കാണുന്നത്. ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? കോൾഡ് ഔട്ട് ടു ഹിം, ഇവനെ വിളിച്ചു, ഉറക്കെ വിളിച്ചു പറഞ്ഞു. ക്യാപ്റ്റൻ അദ്ദേഹത്തെ, നമ്മുടെ ടൈലിനെ വിളിക്കുകയാണ്. ഹേ ദർ, യു ഫെല്ലോ ഓൺ ദ ഡോങ്കി. ഹേ ദർ, ഹേ, അവിടെ നിൽക്കൂ എന്നർത്ഥം. ഈ വ്യക്തിയെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട്. യു ഫെല്ലോ ഓൺ ദ ഡോങ്കി. ഫെല്ലോ എന്ന് പറഞ്ഞ വ്യക്തി.
ഓൺ ദ ഡോങ്കി, കഴുതപ്പുറത്തിരിക്കുന്നവനെ എന്നർത്ഥം. അപ്പോൾ കഴുതയുടെ പുറത്തിരിക്കുന്നവനെ ആരെയാണ് വിളിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. യു ഫെല്ലോ ഓൺ ദ ഡോങ്കി, കഴുതപ്പുറത്തിരിക്കുന്നവനെ ഒന്ന് നിൽക്കവിടെ. വി ഡോൺ അലൗ എനി ലോഫേഴ്സ് ഹിയർ. വി ഞങ്ങൾ, ഡോൺ അലൗ, അലൗ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. അപ്പോൾ ഡോണ്ട് അലൗ ഞങ്ങൾ അനുവദിക്കാറില്ല. എനി ലോഫേഴ്സ് ഹിയർ, ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ തെണ്ടികൾ അല്ലെങ്കിൽ വിഡ്ഢികൾ എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു വിഡ്ഢികളെയും പൊട്ടന്മാരെയും തെണ്ടികളൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും, വളഞ്ഞേറി വരുന്ന ആൾക്കാരെയൊന്നും ഇവിടെ കയറ്റാറില്ല എന്നർത്ഥം. അങ്ങനെ അനുവദിക്കാറില്ല. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൻസ്. എന്നിട്ട് ക്യാപ്റ്റൻ പറയുക, യു ആൻഡ് യുവർ ഡോങ്കി, നിങ്ങളും നിങ്ങളുടെ കഴുതയും, നിന്നെയും നിൻ്റെ കഴുതേനെയും ഓൾറെഡി ലുക്ക് ലൈക്ക്, ഓൾറെഡി ഇതിനോടകം എന്നർത്ഥം, ഇപ്പോൾ തന്നെ, ലുക്ക് ലൈക്ക് കണ്ടാൽ, ലൈക്ക് സ്കെൽട്ടൻസ്. സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ അസ്ഥികൂടമാണ്. അപ്പോൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ, അപ്പോൾ അസ്ഥികൂടം പോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഇവിടെ അനുവദിക്കാറില്ല എന്ന് പറയുന്നു. ഇനി നമ്മൾ ക്യാപ്റ്റനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ക്യാപ്റ്റൻ എങ്ങനെയുള്ള ആളാണ്? സെക്കൻഡ് പാരഗ്രാഫ്. The captain of the guards was a tall, well-built, red-haired man of about 25. The captain of the guards, അംഗരക്ഷകരുടെ ക്യാപ്റ്റൻ, was a tall, was ആയിരുന്നു, tall ഉയരമുള്ള ആളാണ്, അല്പം പൊക്കമുണ്ട്. വെൽ ബിൽട്ട് എന്ന് പറഞ്ഞാൽ ഉറച്ച ശരീരമുള്ള ആളാണ്. റെഡ് ഹെയർഡ് മാൻ, ചുമന്ന മുടി എന്ന് പറഞ്ഞാൽ ചെമ്പൻ മുടിയുള്ള. ഓഫ് എബൌട്ട് 25, ഓഫ് എബൌട്ട് എന്ന് പറയുന്നത് ഏകദേശം, ഒരു ഏകദേശ കണക്കാണ്, കൃത്യമായി അറിയില്ല. 25, 25, ഏകദേശം 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉയരമുണ്ട്, ഉറച്ച ശരീരമാണ്, അതുപോലെ ചെമ്പൻ മുടിയുള്ളൊരു വ്യക്തിയാണ് ക്യാപ്റ്റൻ. ഇദ്ദേഹത്തിൻ്റെ രൂപം പറയുകയാണ്. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ്, വളരെ നന്നായിട്ട് തന്നെ, നല്ല സുന്ദരമായിട്ട് തന്നെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. ഗോൾഡ് ബ്രൈഡഡ് എന്ന് വെച്ചാൽ സ്വർണ്ണ നിറത്തിലുള്ള, സ്വർണം പൂശിയ എന്നൊക്കെ അർത്ഥം. ഇവിടെ സ്വർണ്ണ നിറത്തിലുള്ള, ഗോൾഡ് കളറാണ് ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള യൂണിഫോമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. വളരെ സുന്ദരനായി കാണപ്പെടുന്നുണ്ട്. സൗന്ദര്യപൂർവ്വം നല്ല നീറ്റായി ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റനെ കണ്ടപ്പോൾ ടൈൽ എന്ത് ചെയ്തു? ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. ടൈൽ ലുക്ക്ഡ് നോക്കി, അറ്റ് ഹിം അവനെ നോക്കി, ക്യാപ്റ്റനെ നോക്കി. എങ്ങനെ നോക്കി? കൂളി ശാന്തമായി, അല്പം വിനീതമായി എന്നൊക്കെ അർത്ഥം വരുന്നത്. അപ്പോൾ ശാന്തമായിട്ടൊന്ന് നോക്കി. ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ദെൻ പിന്നെ, അല്ലെങ്കിൽ എന്നിട്ട്, ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഒരു വ്യക്തി എന്തെങ്കിലും വസ്തുവിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങുക എന്നർത്ഥം വരുന്നത്. ഇറങ്ങി, തൻ്റെ കഴുതപ്പുറത്താണല്ലോ വന്നത്, അപ്പോൾ കഴുതയുടെ പുറത്ത് നിന്ന് അവൻ താഴേക്ക് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഹി ബോഡ് ലോ ആൻഡ് സെഡ്. ബോഡ് തല കുനിച്ചു. ടൈൽ തല കുനിച്ചു. ലോ വളരെ താഴ്ന്ന് തല കുനിച്ചുകൊണ്ട്, ഒരു ആദരവിൻ്റെ സൂചനയാണിത്. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഇഫ് എങ്കിൽ, ഐ ലുക്ക് ഞാൻ കാണപ്പെടുന്നുണ്ടെങ്കിൽ, എന്നെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ, എങ്ങനെ? ലൈക്ക് എ സ്കെൽട്ടൻ, അങ്ങ് പറഞ്ഞതുപോലെ ഒരു അസ്ഥികൂടം പോലെയാണ് എന്നെ കാണപ്പെടുന്നതെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, ഇതെൻ്റെ തെറ്റല്ല. അങ്ങനെ ഒരു അസ്ഥികൂടം പോലെയാണ് എന്നെ കാണുന്നതെങ്കിൽ അതെൻ്റെ തെറ്റല്ല. കാരണം പറഞ്ഞു വരികയാണ്, ഐ ആം വെരി ഹംഗ്രി, എനിക്ക് വളരെ വിശപ്പുണ്ട്, വല്ലാതെ വിശക്കുന്നുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഐ ഹാവ് കം ഹിയർ ഞാൻ ഇവിടെ വന്നത്, ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഐ ആം ഫോഴ്സ്ഡ് ടു. ഫോഴ്സ് എന്ന് വെച്ചാൽ നിർബന്ധിതനാവുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെടുക. അപ്പോൾ ഞാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ വല്ലാതെ വിശക്കുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം തേടി, ഒരു ജോലി തേടി വന്നതായിരിക്കാം എന്നാണ് ഉദ്ദേശിച്ചു വരുന്നത്. എന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നു, ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗീവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചർ ഷോപ്പ്. ഇഫ് എങ്കിൽ, ക്യാപ്റ്റനോട് അടുത്ത ഡയലോഗ് പറയുകയാണ്, ഇഫ് യു വിൽ ബി സോ ഗുഡ്, നിങ്ങൾ വളരെ, സോ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നന്മയുള്ള എന്നർത്ഥം, വളരെ നന്മയുള്ള ആളായിരിക്കും, നിങ്ങൾ നല്ലവനായിരിക്കും. എന്ത് ചെയ്താൽ?
ടു ഗീവ് മീ എ പീസ് ഓഫ് ഗോൾഡ് കോഡ്. ഗീവ് മീ, എനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ നല്ലവനായിരിക്കും. പീസ് ഓഫ് ഗോൾഡ് കോഡ്. ഗോൾഡ് കോഡ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നൂല് എന്നർത്ഥം. അപ്പോൾ സ്വർണ്ണ നൂലിൻ്റെ ഒരു കഷ്ണം എനിക്ക് തന്നാൽ മതി. സ്വർണ്ണ നൂലിൻ്റെ ഒരു കഷ്ണം. സ്വർണ്ണ നൂല് എവിടെയുള്ളതാ? ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്. വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. നിങ്ങൾ ധരിച്ചിരിക്കുന്ന യുവർ കോട്ട്, നിങ്ങളുടെ കോട്ടിലുള്ള നിങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ കോട്ടിലുള്ള ആ ഗോൾഡ് കോഡ്, സ്വർണ്ണ നൂലിൻ്റെ ഒരു പീസ് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നന്മയായിരിക്കും, നല്ലവനായിരിക്കും. അങ്ങനെ നല്ലവനാണെങ്കിൽ ഞാൻ ഈ കിട്ടിയ ഗോൾഡ് കോഡും കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ തന്നാൽ എന്ത് ചെയ്യും? ഐ വിൽ ഗോ, ഞാൻ പോകും. ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചർ ഷോപ്പ്. എന്നിട്ട് ഹാങ് മൈസെൽഫ്, സാധാരണ നമ്മൾ ഹാങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക എന്നാണ്. പക്ഷേ ഇവിടെ ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ. ആടിൻ്റെ കാല്, വലിയ കാല്. അപ്പോൾ ആട്ടിറച്ചി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആട്ടിറച്ചി മേടിക്കാനായിട്ട് ഞാൻ പോകുമെന്നർത്ഥമാണ് അവിടെ വരുന്നത്. ഈ ആട്ടിറച്ചി എവിടെയാണ് ഇവൻ കണ്ടത്? ദാറ്റ് ഐ സീ ഹാങ്ങിങ്. ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത്. ഇൻ ദാറ്റ് ബച്ചർ ഷോപ്പ്. ബച്ചർ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കട. ഇപ്പോൾ കശാപ്പുകാരൻ. അപ്പോൾ കശാപ്പുകാരൻ്റെ ഷോപ്പ്, കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇറച്ചി, ആ ആട്ടിൻകാലിൻ്റെ ഇത് ആട്ടിൻ്റെ കാലം വെച്ചാൽ ഇറച്ചിയുടെ ഭാഗം ഞാൻ പോയി വാങ്ങിക്കും എന്നർത്ഥമുള്ളത്. അപ്പം നിങ്ങൾ അത്രമാത്രം നല്ലവനാണെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് കോഡിൻ്റെ ഒരു പീസ് തന്നാൽ മതി. ഞാൻ പോയിട്ട് നല്ലത് നോക്കിയിട്ട് ഇറച്ചി മേടിച്ചോളാം, എൻ്റെ വിശപ്പടക്കാനുള്ളത് മേടിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈൽ വരുമ്പോൾ ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്യുമായിരുന്നു നമുക്ക് നോക്കാം. 3rd paragraph. The captain was playing a game of chess with another officer. The captain was playing. ക്യാപ്റ്റൻ കളിക്കുകയായിരുന്നു. എന്താ കളിക്കുന്നത്? എ ഗെയിം ഓഫ് ചെസ്. ചെസ്സാണ് കളിക്കുന്നത്. ആരുടെ കൂടെ? വിത്ത് അനദർ ഓഫീസർ. അനദർ, മറ്റൊരു ഓഫീസർ, ഉദ്യോഗസ്ഥൻ്റെ കൂടെ ചെസ് കളിക്കുകയായിരുന്നു ക്യാപ്റ്റൻ. ഹി ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ടൈൽ. ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഹി ലുക്ക്ഡ്, താഴെ ഇറങ്ങിയ ടൈലിനെ ലുക്ക്ഡ്, നോക്കി. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ. അറ്റ് ടൈൽ, ടൈലിനെ ആകാംക്ഷയോടെ നോക്കി. അപ്പോൾ ടൈലിനോട് ചോദിച്ചു, വേർ ഡു യു കം ഫ്രം? വേർ, എവിടെ. ഡു യു കം ഫ്രം, എവിടെ നിന്നാണ് നീ വരുന്നത്? ഹി ആസ്ക്ഡ്, അദ്ദേഹം ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. എവിടെ നിന്നാണ് നീ വരുന്നത്? അപ്പോൾ ടൈൽ കൊടുത്ത മറുപടി എന്താ? ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈഡ് ടൈൽ. ഫ്ലാൻഡേഴ്സ്, ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. ഒരു സ്ഥലമാണ് ഫ്ലാൻഡേഴ്സ്, അവിടെ നിന്നാണ് വരുന്നത്. റിപ്ലൈഡ്, മറുപടി പറഞ്ഞു ടൈല്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം. നിനക്ക് എന്താ വേണ്ടത് എന്ന് ഉദ്ദേശിക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്താ ആവശ്യമുള്ളത്? അപ്പോൾ ടൈൽ കൊടുക്കുന്ന മറുപടി പറയുക, I should like to show His Highness the Archduke one of my paintings. I should like, ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. To show, കാണിക്കാൻ. ആരെ കാണിക്കാൻ? His Highness. His Highness എന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരത്തിലിരിക്കുന്ന രാജാവിനെ അഭിസംബോധന ചെയ്യുന്ന പദമാണ് His Highness. തിരുമേനിയെ, മഹാരാജാവിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദ ആർച്ച് ഡ്യൂക്ക്, അതായത് പ്രഭുവിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കാണിക്കേണ്ടത്? വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, എൻ്റെ പെയിൻറ്റിങ്സിൽ, ചിത്ര രചനയിൽ പെയിൻറ്റിങ്സുകളിൽ ഒന്ന്. വൺ ഓഫ് മൈ എന്ന് പറഞ്ഞാൽ ഒന്ന്, എൻ്റെ പെയിൻറ്റിങ്സുകളിൽ ഒന്ന്, ഒരേ ഒരു പെയിൻറ്റിങ് കാണിക്കണം. ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിക്കണം. ഐ എം എ പെയിൻറ്റർ, ഞാനൊരു ചിത്രകാരനാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, well, if you are a painter and if you come from Flanders, you may come in. If, എങ്കിൽ, you are a painter, നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ, and if you come from Flanders, if you come, നിങ്ങൾ വരുന്നതെങ്കിൽ, from Flanders, നിങ്ങൾ ചിത്രകാരനാണെങ്കിൽ, അതോടൊപ്പം നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, you may come in, നിങ്ങൾക്കകത്തേക്ക് വരാം. അപ്പോൾ പ്രവേശനം കിട്ടി, പെർമിഷൻ കിട്ടി, അനുവാദം കിട്ടി. സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. സെഡ് പറഞ്ഞു. ആര് പറഞ്ഞു? ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ അകത്തേക്ക് വരാം. എങ്ങനെ പറഞ്ഞു? സംവാട്ട് ഇംപ്രസ്ഡ്.
അദ്ദേഹത്തിന് ആകപ്പാടെ എന്തോ ഒരു ഇംപ്രഷൻ, മതിപ്പ്, ഒരു ആശ്ചര്യത്തോടെ ഒരു മതിപ്പ് തോന്നി എന്നർത്ഥം. ഇഷ്ടപ്പെട്ടു, വരുന്നത് ഒരു സ്ഥലം എന്ന് കേട്ടപ്പോൾ, ഈ സ്ഥലപ്പേര് കേട്ടപ്പോൾ എന്തോ ഒരു ഇംപ്രഷൻ കിട്ടി. അതെന്താണെന്ന് പറയുകയാണ് അടുത്ത ലൈൻ. The captain knew that Flemish painters and their pictures were in great demand all over Europe. The captain knew that. Knew എന്ന് KNEW ന്യൂ എന്ന് പറയുന്നത് അറിഞ്ഞു, അറിയാമായിരുന്നു എന്നർത്ഥം. ഈ ക്യാപ്റ്റൻ അറിയാമായിരുന്നു ഫ്ലെമിഷ് പെയിൻറ്റേഴ്സും ആൻഡ് ദെയർ പിക്ചേഴ്സ്, അവരുടെ ചിത്രങ്ങളും were in great demand, വളരെ ഡിമാൻഡ് ഉള്ളതാണ്. അതായത് എവിടെ? ഓൾ ഓവർ യൂറോപ്പ്, ഉടനീളം, യൂറോപ്പിലുടനീളം ഡിമാൻഡുള്ള എന്ന് പറഞ്ഞാൽ നല്ല വിറ്റഴിക്കുന്ന എന്നർത്ഥം. അപ്പോൾ നല്ല ഡിമാൻഡുള്ള പെയിൻറ്റിങ്സും പിക്ചേഴ്സും ഒക്കെ ആയിരിക്കും ഈ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ. അപ്പോൾ അത് ക്യാപ്റ്റൻ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇംപ്രഷൻ വന്നത്. അങ്ങനെ ടൈൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ടൈൽ വാസ് പ്രസൻറ്റഡ്, ഹാജരായി എന്നർത്ഥം. ടു ദ ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിൻ്റെ മുമ്പിലേക്ക് ഹാജരായി, ആർച്ച് ഡ്യൂക്കിനെ കണ്ടു. ടൈൽ ആർച്ച് ഡ്യൂക്കിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുക നമ്മൾ. ടൈലുണ്ട്. ടൈൽ എന്ത് ചെയ്തു? ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times. ഹി സല്യൂട്ടഡ്, അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞാൽ അഭിവാദനം ചെയ്തു. സല്യൂട്ടഡ്, അഭിവാദനം ചെയ്തു. ആരെ? ദ ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിനെ അഭിവാദനം ചെയ്തു. എത്ര തവണ? 3 times, മൂന്ന് തവണ സല്യൂട്ട് ചെയ്തു. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം, സ്റ്റുഡ് നിന്നു, ബിഫോർ ഹിം അദ്ദേഹത്തിന് മുമ്പിൽ നിന്നു. എങ്ങനെ നിന്നു? വിത്ത് ഹിസ് ഹെഡ് ബോർഡ്, അവൻ്റെ തല, ബോർഡ് എന്ന് പറഞ്ഞാൽ കുനിച്ച്, തല കുനിച്ച് നിൽക്കുന്നു. ഒരു അധികാര സ്ഥാനത്തുള്ള ഒരാളോട് കാണിക്കുന്ന ആദരവിനെ കാണിക്കുകയാണ്. ആദരപൂർവ്വം തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. മേ യുവർ ഹൈനസ്, അല്ലയോ മഹാരാജാവേ, പാർഡൺ മീ, പാർഡൺ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കണമേ. ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ്, റാഷ്നസ് എന്ന് പറഞ്ഞാൽ തിടുക്കം കാണിക്കുക, ധൃതിപ്പെടുക എന്നൊക്കെയാണ്. അപ്പോൾ തിടുക്കം കാണിച്ചതിന്, ഇൻ തിങ്കിങ് ദാറ്റ്, ഞാൻ ചിന്തിക്കുന്നതിൽ തിടുക്കം കാണിച്ചതിൽ എന്നോട് ക്ഷമിക്കണമേ. അല്പം വിനയത്തോടു കൂടി തന്നെ പറയുന്നത്. ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, എന്താ അദ്ദേഹം ചിന്തിച്ചത് അതും കൂടി പറയുന്നുണ്ട്. എൻ്റെ പെയിൻറ്റിങ്സിൽ ഒരെണ്ണം വിൽ പ്ലീസ് യുവർ ഹൈനസ്. പ്ലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, പ്രസാദിപ്പിക്കുക, അങ്ങയെ സന്തോഷിപ്പിക്കും. തിരുമേനി അങ്ങയെ, മഹാരാജാവിനെ, യുവർ ഹൈനസ്, മഹാരാജാവിനെ സന്തോഷിപ്പിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഒന്ന് മുൻകൂർ ജാമ്യം പോലെ എടുക്കുകയാണ്. എന്നിട്ട് എന്താ വരച്ചോണ്ട് വന്നിരിക്കുന്നത്? ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. ഐ ഹാവ് ബ്രോട്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രോട്ട്, കൊണ്ടുവരിക, കൊണ്ടുവന്നിട്ടുണ്ട്. എ പിക്ചർ, ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്, വരച്ചോണ്ട് വന്നിട്ടുണ്ട് പിക്ചർ. ആരുടെ പിക്ചറാണ് വരച്ചോണ്ട് വന്നിരിക്കുന്നത്? അവർ ലേഡി ദ വെർജിൻ. അവർ ലേഡി വെർജിൻ, വെർജിൻ എന്ന് പറഞ്ഞാൽ കന്യക. അപ്പോൾ അവർ ലേഡി വെർജിൻ ഉദ്ദേശിക്കുന്നത് കന്യാമറിയമാണ്. കന്യാമറിയത്തിൻ്റെ ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇൻ ഹെർ റോയൽ റോബ്സിലാണ് വരച്ചിരിക്കുന്നത്. റോയൽ റോബ് എന്ന് വെച്ചാൽ, റോയൽ രാജകീയമായ, റോബ് എന്ന് വെച്ചാൽ വസ്ത്രം. അപ്പോൾ രാജകീയമായ വസ്ത്രത്തിലുള്ള കന്യാമറിയത്തിൻ്റെ പിക്ചറാണ് വരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ്, ഞാനിത് വരച്ചത് സ്പെഷ്യലി, പ്രത്യേകിച്ച് എന്തിനാണ് വരച്ചിരിക്കുന്നത്? സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ്. ലേ എന്ന് പറഞ്ഞാൽ വെക്കുക. എവിടെ വെക്കാനാണ് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്? അറ്റ് യുവർ നോബിൾ ഫീറ്റ്. നോബിൾ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പാദം. അപ്പം അങ്ങയുടെ ശ്രേഷ്ഠമായ പാദങ്ങളിൽ, കാൽക്കൽ വെക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വരച്ചുകൊണ്ട് വന്നതാണ് ഈ അവർ ലേഡി വെർജിൻ്റെ പിക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാര്യം പറഞ്ഞു, തുറന്ന രാജാവിനോട് പറഞ്ഞു. എന്നിട്ട് ടൈൽ എന്ത് ചെയ്തു? ടൈൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. ടൈൽ പോസ്ഡ്, പോസ്ഡ് എന്ന് വെച്ചാൽ നിർത്തി. എന്ത് നിർത്തി? എ ഫ്യൂ മൊമെൻറ്റ്സ്, കുറച്ച് നിമിഷം നിർത്തി. ഫോർ ഹിസ് വേർഡ്സ്, അവൻ്റെ വാക്കുകൾ കുറച്ച് നേരം നിർത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മിണ്ടാ നിന്നു. എന്തിനാ? ടു സിങ്ക് ഇൻ. ഇവിടെ യഥാർത്ഥത്തിൽ സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുക എന്നതാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ
അല്പം ആലോചനയിലായി എന്നർത്ഥം. എന്നാൽ അടുത്തത് പറയണമെന്ന് ആലോചിക്കാനായിരിക്കാം അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്നുദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഹി കണ്ടിന്യൂഡ്. ദെൻ പിന്നെ ഹി കണ്ടിന്യൂഡ് അവൻ തുടർന്ന് പറഞ്ഞു, യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ് ഇഫ് ഐ ഹാവ് ഡയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. യു മസ്റ്റ് ഫോർഗീവ് മീ. അങ്ങ് തീർച്ചയായും എന്നോട് ക്ഷമിക്കണം. അങ്ങ് എന്നോട് ക്ഷമിക്കണം തിരുമേനി, മഹാരാജാവേ, യുവർ ഹൈനസ്, മഹാരാജാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഇഫ് ഐ ഹാവ് ഡയേർഡ് ടു ഹോപ്പ് ദാറ്റ്. ഇഫ് ഐ ഹാവ് ഡയർ എന്ന് വെച്ചാൽ ധൈര്യപ്പെടുക. ഞാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തിനുള്ള ധൈര്യമാണ് ഞാൻ കാണിച്ചത്? ടു ഹോപ്പ് ദാറ്റ്. ഹോപ്പ് പ്രതീക്ഷിക്കുക. ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. ഈ ചിത്രം താങ്കളെ അല്ലെങ്കിൽ അങ്ങയെ പ്ലീസ് ചെയ്യും, സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, ആ ധൈര്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. Perhaps your highness might wish to offer me the chair of your court painter who died recently. Perhaps, ഒരു പക്ഷേ. എന്നിട്ട് ഒരു പടി കൂടെ മുന്നിലേക്ക് ഒരു കാര്യം കൂടി വാചകം എറിഞ്ഞു കൊടുക്കുകയാണ്, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. പെർഹാപ്സ്, ഒരു പക്ഷേ, യുവർ ഹൈനസ്, അങ്ങ് തിരുമനസ്, മൈറ്റ് ചിലപ്പോൾ, ആഗ്രഹിച്ചേക്കാം, ടു ഓഫർ മീ എനിക്ക് വാഗ്ദാനം ചെയ്യാൻ, എനിക്ക് തരാൻ ആഗ്രഹിച്ചേക്കാം. എന്ത്? ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ. അങ്ങയുടെ കോട്ട് പെയിൻറ്ററുടെ ചെയർ, അതേ സ്ഥാനം, ആ കൊട്ടാരത്തിൽ ആ സീറ്റ് എനിക്ക് തരാൻ ആഗ്രഹിച്ചേക്കാം. ഈ കോട്ട് പെയിൻറ്റർ ഇപ്പോൾ ഉണ്ടോ? ഹു ഡൈഡ് റീസെൻ്റ്ലി. അദ്ദേഹം മരിച്ചുപോയി. റീസെൻ്റ്ലി വന്ന അടുത്ത കാലത്ത്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ കോട്ട് പെയിൻറ്ററുടെ ചെയർ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അപ്പം അത് ചിലപ്പോൾ അങ്ങ് എനിക്ക് തരാൻ ആഗ്രഹിച്ചേക്കാം. ഇത് പറയാനുള്ള കാരണം എന്താ? ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. ഐ ക്യാൻ സീ, എനിക്ക് കാണാൻ കഴിയും. എന്ത്? ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ. എംപ്റ്റി, ശൂന്യമായ ചെയർ. വെൽവെറ്റ് ചെയർ എന്ന് ഉദ്ദേശിച്ചത് ആ കസേര എനിക്ക് കാണുന്നുണ്ട്. ശൂന്യമായ ഇരിപ്പിടം ഞാൻ കാണുന്നുണ്ട്, എനിക്ക് കാണാൻ കഴിയും. അതെന്ത് കാത്തിരിക്കുകയാണ്? വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. കാത്തിരിക്കുകയാണ്. ടു ബി ഫിൽഡ്, അതൊന്ന് നിറയാൻ എന്ന് വെച്ചാൽ അവിടെ ഒരാൾ കയറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തൻ്റെ കസേരയിലേക്ക് ആരെങ്കിലും വരണമെന്ന് കസേര പ്രതീക്ഷിക്കുന്ന പോലെ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്, ഒരു സീറ്റല്ലേ, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എറിഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് ഈ പിക്ചർ കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് പിക്ചർ? ദ വെർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ദ വെർജിൻസ് പിക്ചർ, കന്യകയുടെ ചിത്രം, വാസ്, ഗംഭീരമായിരുന്നു. സ്പ്ലെൻഡിഡ്, അതിമനോഹരമായ ഒരു പിക്ചറായിരുന്നു, പെയിൻറ്റിംഗ് ആയിരുന്നു. ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തു എന്നർത്ഥം. മെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രേസൽ വെർബാണ്. തീരുമാനമെടുത്തു, പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. അറ്റ് വൺസ്, ഉടനെ തന്നെ പറഞ്ഞു എന്ന് വെച്ചാൽ ഉടനെ തന്നെ പെട്ടെന്ന് മനസ്സിലെന്തോ കരുതി. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹി എംബ്രേസ്ഡ്, ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ആൻഡ് കിസ് ചെയ്തു. എവിടെ? ഓൺ ബോത്ത് ചീക്സ്, അദ്ദേഹത്തിൻ്റെ ബോത്ത്, ഇരു ചീക്സ് എന്ന് പറഞ്ഞാൽ കവിളുകളിലും ഓരോ കിസ് കൊടുത്തു. ഹി സെഡ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ ഷാൾ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. ഐ ഷാൾ ബി ഡിലൈറ്റഡ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ, നിങ്ങളെ എൻ്റെ കോട്ട് പെയിൻറ്റർ ആക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞതിന് ഗുണം കിട്ടി, ടൈൽ എറിഞ്ഞതിന് ഗുണം കിട്ടി. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അങ്ങനെ ഹി ഡയറക്റ്റഡ്, നമ്മുടെ ആർച്ച്ഡ്യൂക്ക് നമ്മുടെ ടൈലിനെ ഡയറക്റ്റ് ചെയ്തു, വഴി നയിച്ചു. ടു ദ ചെയർ, ചെയറിലേക്ക് ആനയിച്ചു എന്നർത്ഥം, കൊണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്, അവിടെ കൊണ്ടേ ഇരുത്തി. എന്തായാലും കസേരയിലേക്ക് നയിച്ചു, അവിടെ ഇരിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങോട്ട് ഇരുന്നോളൂ. എന്നിട്ട് പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെല്ലോ, ഹി സെഡ്, എൻ്റെ പ്രിയ സുഹൃത്തേ, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു certainly seem to know that how to use it. You do have a tongue in your head. സാധാരണ നമ്മൾ ടങ് ഇൻ യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, നിൻ്റെ തലയിൽ ഒരു നാവുണ്ട് എന്നാണ്.
പക്ഷെ ഇവിടെ വാക്ചാതുര്യമുണ്ട് എന്ന് കാണിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിനക്ക് നല്ല വാക്സാമർത്ഥ്യമുണ്ട് കേട്ടോ. അതോടൊപ്പം യു certainly സീം ടു നോ, certainly തീർച്ചയായും നിനക്ക് സീം ടു നോ അറിയാം, ഹൗ ടു യൂസ് ഇറ്റ് എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും നിനക്കറിയാം. നിൻ്റെ നാവ് എങ്ങനെ സംസാരപ്രാപ്തി എങ്ങനെ ഉപയോഗിക്കണമെന്നും നിനക്കറിയാം. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ, നിങ്ങളൊരു നല്ല സംസാരപ്രിയനാണല്ലേ. ആറിൻ്റെ യു ആണല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരപ്രിയനാണ്, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലേ. അങ്ങനെ കൊണ്ടിരുത്തി. ഇനി ടൈലിൻ്റെ ചില കാര്യങ്ങൾ പറയുകയാണ്. ടൈലിൻ്റെ പരിഭവങ്ങൾ പറയുകയാണ് രാജാവിനോട്. 4th paragraph. Your Highness, may it please you to remember me and my donkey Jeff for just one more minute, Tile replied. Your Highness, അങ്ങ് തിരുമേനി, രാജാവേ, may it please you to remember me, ദയവായി എന്നെ ഓർക്കണമേ. എന്നെ മാത്രം ഓർത്താൽ പോരാ. ആൻഡ് മൈ ഡോങ്കി, എൻ്റെ കഴുതയെയും ഓർക്കണേ. കഴുതയ്ക്കൊരു പേരുണ്ട്, ജെഫ് എന്ന പേരുള്ള എൻ്റെ കഴുതയെയും എന്നെയും ഓർക്കണമേ. ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ്, കുറച്ച് മിനിറ്റും കൂടി എന്നെയും എൻ്റെ ജെഫിനെയും ഓർക്കണമേ എന്ന് പറഞ്ഞാൽ വിശന്ന് വരികയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്കാണ് വരുന്നത് പുള്ളിക്കാരൻ. ടൈൽ റിപ്ലൈഡ്, ടൈൽ മറുപടി പറഞ്ഞു. My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. My donkey, എൻ്റെ കഴുത, ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ്, കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ടുണ്ട്. അവൻ സ്വയം കഴിച്ചിട്ടുണ്ട്. ഫെയർലി വെൽ, നന്നായി കഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ വയർ നിറച്ചിട്ടുണ്ടെന്ന്. എപ്പോൾ കഴിച്ചു? ഓൾ എലോങ് ദ വേ, വഴിയിലുടനീളം, വരുന്ന വഴിക്ക്, ഓൺ ദ വേ, വരുന്ന വഴിക്ക് കഴുതയുടെ വയർ നിറച്ചു. എന്ത് കഴിച്ചു കഴുത? ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ്, ഹെഡ്ജ് പറഞ്ഞാൽ കുറ്റിക്കാടൊക്കെയാണ്. ഇവിടെ കുറ്റിക്കാട്ടിലുള്ള അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ തോൺസ് പറഞ്ഞാൽ മുള്ളുകൾ, വേലിയിലൊക്കെ നിൽക്കുന്ന മുള്ളുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ചു തിന്നിട്ടുണ്ട് കഴുത. അതോടൊപ്പം ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്, റോഡ് വക്കത്തെ പാതയോരത്തെ പുല്ലുകളും കഴുത തിന്നിട്ടുണ്ട്. അങ്ങനെ കഴുതയുടെ എൻ്റെ ജെഫ് അവൻ്റെ വയർ നിറച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷേ ഐ ഹാവ് ഹാഡ് നത്തിങ്, എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. നത്തിങ് പറഞ്ഞാൽ ഒന്നുമില്ല. ടു ഈറ്റ്, കഴിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എത്ര ദിവസമായിട്ട് കഴിക്കാൻ കിട്ടിയിട്ടില്ല? ഫോർ ദ പാസ്റ്റ് 3 days, കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞാൻ ഇതുവരെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. മൈ സ്റ്റൊമക്ക്, എൻ്റെ വയറ്, ഹാസ് ബീൻ കംപ്ലൈനിങ്, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെരി ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടെന്ന് കാണിക്കാനുള്ള പ്രയോഗമാണത്. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ എവർ ഹിയർ ഇറ്റ് നൗ. പെർഹാപ്സ്, ഒരു പക്ഷേ, യുവർ ഹൈനസ്, അങ്ങേക്ക്, തിരുമേനിക്ക്, രാജാവിന്, ക്യാൻ ഈവൻ ഹിയർ, അത് കേൾക്കാൻ പോലും കഴിയും. ഇറ്റ് നൗ, ഇപ്പോൾ തന്നെ കേൾക്കാൻ പോലും കഴിയും. I have been feeding myself with the dreams of good food and drink at your royal table. I have been feeding myself. ഞാൻ എന്നെ തന്നെ കഴിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കഴിക്കുന്നതല്ല, ഞാൻ കഴിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം, ആൻഡ് ഡ്രിങ്ക്, പാനീയം, അറ്റ് യുവർ റോയൽ ടേബിൾ, അങ്ങയുടെ രാജകീയമായ മേശയിൽ നിന്ന് സമൃദ്ധമായ ഭക്ഷണവും പാനീയങ്ങളും ഞാൻ കഴിച്ച് വിശപ്പടക്കുന്നത് സ്വപ്നം കണ്ടു എന്ന് ടൈൽ പറയുകയാണ്. ഇനി അടുത്ത് വേണ്ടത് ഭക്ഷണമാണല്ലോ, ഒരു ജോലി ഉറപ്പായി കിട്ടി. ഇനി ഇപ്പം അടുത്ത് ഭക്ഷണം, വയറ് നിറയ്ക്കണം, അതിനുള്ള പണിയിലേക്കാണ് ടൈൽ വരുന്നത്. ഇത് കേട്ട ആർച്ചിഡ്യൂക്ക് എന്ത് ചെയ്തു? ദ ആർച്ചിഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, ആർച്ചിഡ്യൂക്ക് ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, you will certainly have something more solid than dreams to feed on. എൻ്റെ പ്രിയ സുഹൃത്തെ, വെൽ മൈ ഡിയർ ഫെലോ, എൻ്റെ പ്രിയ സുഹൃത്തെ, യു വിൽ certainly, നിനക്ക്, certainly തീർച്ചയായും, ഹാവ് സംതിങ് എന്തെങ്കിലും, മോർ സോളിഡ് ദാൻ ഡ്രീംസ്, സോളിഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ, സ്വപ്നം കണ്ടതിനേക്കാൾ വ്യക്തവും കൃത്യമുള്ള എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭക്ഷണം തന്നെ, ടു ഫീഡ് ഓൺ, കഴിക്കാൻ കിട്ടും. നിനക്ക് ഭക്ഷണമായിട്ട്, നിനക്ക് ഫുഡായിട്ട് ഡ്രീംസിൽ കണ്ടതിനേക്കാൾ നല്ല ഭക്ഷണം കിട്ടും എന്ന്, അത് ഉറപ്പായിട്ടും കിട്ടും. ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി? പക്ഷേ എവിടെ നിൻ്റെ കഴുത? അപ്പോൾ ടൈൽ പറയാണ്, മറുപടി കൊടുക്കുകയാണ്. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്.
ഐ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, വിട്ട് കളഞ്ഞു എന്നൊക്കെയാണ്. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയെന്ന് അർത്ഥമുള്ളൂ, അവിടെ കെട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഐ ലെഫ്റ്റ് ഹിം ഔട്ട് സൈഡ്, ഞാൻ പുറത്ത് അവനെ വിട്ടിട്ടുണ്ട്. എവിടെ ഇട്ടിരിക്കുന്നത്? ഓപ്പോസിറ്റ് ദ പാലസ്, കൊട്ടാരത്തിൻ്റെ എതിർവശത്ത് ഞാൻ അവനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ, എന്നിട്ട് അടുത്തും കൂടി എന്തായാലും അവൻ്റെ വയറ് നിറയ്ക്കാനുള്ളത് അവന് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. അപ്പോൾ ജെഫിനെ കൂടി ഓർക്കണ്ടേ? അപ്പോൾ അടുത്ത ഇത് കൊടുക്കുകയാണ്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദി, കടപ്പാട് എന്നൊക്കെയാണ്. എനിക്ക് വളരെയധികം കടപ്പാടുണ്ടായിരിക്കും, നന്ദി ഉണ്ടായിരിക്കും. എന്ത് ചെയ്താൽ? ഇഫ്, എങ്കിൽ, ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിചരിക്കുക, അവനെയും കൂടി പരിചരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനും കൂടി ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ. അവന് മുള്ളുമൊക്കെ പുല്ലൊക്കെ അല്ലേ തിന്നേ, അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ അവനും കഴിക്കാൻ എന്നുണ്ട്. അപ്പോൾ അവനും കൂടി കഴിക്കാനുള്ളത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നന്ദിയും കടപ്പാടും അങ്ങയോട് ഉണ്ടാകുമെന്ന്. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോർഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്. അതോടൊപ്പം ഒരു കാര്യം കൂടി വേണം. ഹി, അവന്, അതായത് തൻ്റെ ഡോങ്കിക്ക്, നീഡ്സ് ആവശ്യമാണ്, ലിറ്റിൽ ഫോർഡർ ഇപ്പം അല്പം, ലിറ്റിൽ ഫോർഡർ എന്ന് പറഞ്ഞാൽ കാലത്തീറ്റയെ ഉദ്ദേശിക്കുന്നത്. അവന് അല്പം ഫുഡ് വേണം, കാലത്തീറ്റയും വേണം. ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ലോഡ്ജിങ്, തങ്ങാൻ, താമസിക്കാൻ അവനൊരു ഇടം വേണ്ടേ, ഒന്ന് കെട്ടിയിടാനൊരു സ്ഥലം വേണ്ടേ. സെഡ് ടൈൽ പറഞ്ഞു, അവന് കുറച്ച് കാലത്തീറ്റയും, കഴിക്കാൻ അല്പം വിശപ്പടക്കാൻ കാലത്തീറ്റയും, താമസിക്കാൻ കുറച്ച് സ്ഥലവും വേണം, കെട്ടാനൊരു സ്ഥലം വേണം. The Archduke immediately ordered the donkey to be taken care of and he added. Archduke immediately, പെട്ടെന്ന് തന്നെ, ordered, ഉത്തരവിട്ടു, the donkey to be taken care of, ആ കഴുതയെ പരിപാലിക്കാൻ ഉത്തരവിട്ടു. ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കാൻ ഉത്തരവിട്ടു. ആൻഡ് ഹി ആഡഡ് കൂട്ടിച്ചേർത്തു, ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു അതോടൊപ്പം. ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ട്രീറ്റ് ഇറ്റ്, അതിനെ പരിഗണിക്കണം, അതിനെ കൊടുക്കണം. വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്, എങ്ങനെ പരിപാലിക്കണം? മൈ ഓൺ ആനിമൽസ് പോലെ എന്ന് പറഞ്ഞാൽ, ഓൺ പറഞ്ഞാൽ സ്വന്തം, എൻ്റെ സ്വന്തം മൃഗത്തിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കുമോ അതൊക്കെ ആ കഴുതയ്ക്കും കൊടുക്കണം എന്നർത്ഥം. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. ബിഫോർ ലോങ്, അധികം താമസിയാതെ, സപ്പർ വാസ് സെർവ്ഡ്, അത്താഴം വിളമ്പി. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. ഇറ്റ് വാസ് ലൈക്ക്, അത് എതുപോലെയായിരുന്നു? വെഡിങ് ഫീസ്റ്റ്, ഒരു വിവാഹ വിരുന്ന് പോലെയായിരുന്നു, നല്ല ഗംഭീര സദ്യയായിരുന്നു എന്ന്. The tables were loaded with every kind of food and drink. Tables were loaded, മേശകൾ നിറഞ്ഞു. Every kind of food, ഓരോ തരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ടെന്നർത്ഥം. ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ഭക്ഷണപാനീയങ്ങൾ കൊണ്ട്. ഭക്ഷണമുണ്ട്, ഭക്ഷണവും അതുപോലെ കുടിക്കാനുണ്ട്. ഭക്ഷണപാനീയങ്ങൾ കൊണ്ട്, എവരി കൈൻഡ് ഓഫ്, എല്ലാ തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് ടേബിൾ നിറഞ്ഞു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ, വീഞ്ഞ് ഫ്ലോഡ്, ഒഴുകി, വെള്ളം പോലെയാ വീഞ്ഞൊഴുകുന്നത്. ധാരാളിത്തം, സമൃദ്ധി കാണിക്കാനാണ്, വാരിക്കോരി കൊടുത്തു എന്ന് കാണിക്കാൻ. The courtiers stuffed themselves with the choicest dishes. The courtiers, സേവകരെ, സ്റ്റഫ്ഡ് ദംസെൽസ്, അവരെ തന്നെ, സ്റ്റഫ് എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക എന്നാണ്, പക്ഷെ ഇവിടെ വിത്ത് ചോയ്സസ് ഡിഷസ്, ഇഷ്ടം പോലെ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് നിറച്ചു എന്ന് പറഞ്ഞാൽ സേവകർ ഏറ്റവും മികച്ച വിഭവങ്ങൾ കൊണ്ട് മേശപ്പുറത്ത് വെച്ച് അവർക്ക് വിളമ്പി കൊടുത്തു എന്നർത്ഥം. അങ്ങനെ ടൈലിനെ തൃപ്തിപ്പെടുത്തി. The Archduke made Tile eat and drink until his stomach was about to burst. ഏതുവരെ കഴിപ്പിച്ചു? The Archduke made Tile eat. Archduke ടൈലിനെ കഴിപ്പിച്ചു. And drink, കുടിക്കാനും കൊടുത്തു. ഏതുവരെ? Until, അതുവരെ. His stomach was about to burst. അവൻ്റെ വയറ്, ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക, അങ്ങനെ വയറ് പൊട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് കഴിച്ചു എന്നർത്ഥം. നന്നായിട്ട് കഴിക്കാനും കുടിക്കാനൊക്കെ കൊടുത്തു, നന്നായിട്ട് കഴിച്ചു കൊടുത്തു. ദ ആർച്ച്ഡ്യൂക്ക് ടു എയ്റ്റ് ഹേർട്ട്ലി. അവനോടൊപ്പം, ടൈലിനോടൊപ്പം തന്നെ ആർച്ച്ഡ്യൂക്കും എയ്റ്റ് കഴിച്ചു. ഹേർട്ട്ലി, മനസ്സറിഞ്ഞ് തൃപ്തിയോടുകൂടിയും ആർച്ച്ഡ്യൂക്കും കഴിച്ചു. നമുക്ക് ഭക്ഷണം കൊടുത്തതല്ലേ, അയാൾ വയർ നിറച്ച് കഴിക്കുന്നുണ്ട്, അത് കഴിക്കുന്നത് കാണുമ്പോൾ തൃപ്തി ഉണ്ടാവുമല്ലോ വിളമ്പുന്നവർക്ക്. അതുകൊണ്ട് ആർച്ച്ഡ്യൂക്കും നല്ല തൃപ്തിയോടു കൂടി മനസ്സറിഞ്ഞ് തന്നെ ഭക്ഷണം കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അദ്ദേഹത്തിൻ്റെ മുഖം ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്, പാനീയത്താൽ ഒഴുകി. ഫ്ലഷ് എന്ന് വെച്ചാൽ ഒഴുകി എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന വികാരങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം
അതിന് തൃപ്തിയായി എന്നർത്ഥം. അല്ലാതെ യഥാർത്ഥത്തിൽ ഡ്രിങ്ക് കൊണ്ട് ഇങ്ങനെ ഒഴുകി എന്നല്ല. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പക്ഷേ ഹി സീംഡ് അദ്ദേഹം കാണപ്പെട്ടു, ആർച്ച് ഡ്യൂക്ക് ലോസ്റ്റ് ഇൻ തോട്ട് ചിന്ത നഷ്ടപ്പെട്ട പോലെ. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടം, തോട്ട് ചിന്ത, തൻ്റെ ചിന്ത എവിടെയോ പോയതുപോലെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം ചിന്തിക്കുകയാണ് ആർച്ച് ഡ്യൂക്ക്. ഹി സഡൻലി ലുക്ക് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. സഡൻലി പെട്ടെന്ന് ആർച്ച് ഡ്യൂക്ക് ലുക്ക് അപ്പ് നോക്കി, മുകളിലേക്ക് നോക്കിയിട്ട് ആൻഡ് സെഡ് ലൗഡ്ലി ഉറക്കെ പറഞ്ഞു our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. Our court painter, നമ്മുടെ രാജസദസ്സിലെ പെയിൻറ്റർ, ചിത്രകാരൻ, must paint തീർച്ചയായും വരയ്ക്കണം. ഇപ്പോൾ കോട്ട് പെയിൻറ്റർ ടൈലാണല്ലോ, ടൈൽ വരയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് വരയ്ക്കണം? അവർ പോർട്രൈറ്റ്, നമ്മുടെ പോർട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചിത്രം, നമ്മുടെ ചിത്രം വരയ്ക്കണം. അതായത് രാജാവിൻ്റെ പടം വരച്ചു കൊടുക്കണം എന്നാണ് രാജാവ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് അതുവഴി എന്താ പ്രയോജനം? വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സംതൃപ്തി ഉണ്ടാകും. സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ സംതൃപ്തി ഉണ്ടായിരിക്കും. നമ്മുടെ ചിത്രം വരയ്ക്കണം, അങ്ങനെ നമുക്ക് സംതൃപ്തി ലഭിക്കും. എന്ത് തൃപ്തി? ഓഫ് ലീവിങ് അവർ മെമ്മറി, ലീവിങ് വിട്ടു കൊടുക്കുക, അവർ മെമ്മറി നമ്മുടെ ഓർമ്മ, ടു അവർ ഡിസെൻഡൻസ്. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ, നമ്മുടെ പിൻഗാമികൾക്ക് ഓർമ്മ വിട്ടുകൊടുക്കുന്ന തൃപ്തി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാലും ചിത്രം നിങ്ങളുണ്ടെങ്കിൽ, നമ്മൾ പലരും മ്യൂസിയത്തിൽ കാണുന്ന പോലെ തന്നെ പോർട്രേറ്റ് വരച്ച് വെക്കണം. അപ്പോൾ ആൾക്കാരിങ്ങനെ പല പിൻഗാമികൾ നമ്മളെ ഓർക്കണം, അങ്ങനെ തൃപ്തി ലഭിക്കണം രാജാവിന് എന്നർത്ഥം. അത് പറഞ്ഞു, ചിത്രം വരയ്ക്കണം. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. We too have, നമുക്കും ഉണ്ടാകണം, to take our place, നമ്മുടേതായ സ്ഥാനം ഉണ്ടായിരിക്കണം. ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. along with എന്ന് പറഞ്ഞാൽ കൂടെ, ഒപ്പം. ആരോടൊപ്പം ഉണ്ടായിരിക്കണം? അവർ നോബിൾ ആൻസെസ്റ്റേഴ്സ്, നമ്മൾ സ്ഥാനം പിടിക്കണം എന്നർത്ഥം. ആരുടെ കൂടെ? നോബിൾ ആൻസിസ്റ്റേഴ്സ്. നോബിൾ എന്ന് പറഞ്ഞാൽ കുലീനരായ, ശ്രേഷ്ഠരായ എന്നൊക്കെയാണ്. ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, പൂർവികർ, അദ്ദേഹത്തിന് മുൻപ് രാജാക്കന്മാരായവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവരുടെ ഒപ്പം ഹിസ്റ്ററിയിൽ ഇടം പിടിക്കണം. അവരുടെയൊക്കെ പിക്ചർ ഇപ്പോൾ എവിടെയുണ്ട്? ഹൂസ് പോർട്രൈറ്റ്സ്, അവരുടെ പിക്ചറൊക്കെ, ചിത്രങ്ങളെല്ലാം അഡോൺ ദീസ് വാൾസ്. അഡോൺ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നർത്ഥം. ദീസ് വാൾസ്, ഈ ചുമരുകൾ അല്ലെങ്കിൽ ഭിത്തികൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളുടെ, എൻ്റെ മുൻഗാമികളുടെ ചിത്രങ്ങളുടെ കൂടെ തന്നെ എൻ്റെ ചിത്രവും സ്ഥാനം പിടിക്കണം, എൻ്റെ ചിത്രവും അവിടെ വരയ്ക്കണം എന്നർത്ഥം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. ഇറ്റ് ഈസ് സാഡ്, ദുഃഖകരമാണ്. ടു തിങ്ക് ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ദുഃഖകരമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ us. വി ഡു നോട്ട് നോ, നമുക്കറിയില്ല. വെൻ ഗോഡ്, എപ്പോഴാണ് ദൈവം, വിൽ തിങ്ക്, ചിന്തിക്കുക നമുക്കറിയില്ല. ഫിറ്റ് ടു സമ്മൺ us, സമ്മൺ എന്ന് പറഞ്ഞാൽ വിളിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. എപ്പോഴാണ് നമ്മളെ ദൈവം വിളിക്കാൻ ചിന്തിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞു. മരണത്തിൻ്റെ വഴി നമുക്കറിയില്ല. ബട്ട് അവർ പോർട്രൈറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്, തീരുമാനം പറഞ്ഞു ലാസ്റ്റായിട്ട്. പക്ഷേ അവർ പോർട്രൈറ്റ്, നമ്മുടെ ചിത്രം, ഷുഡ് ബി പെയിൻറ്റഡ്, വരയ്ക്കണം. ഓർഡർ പോലെ, കമാൻഡ് പോലെ പറഞ്ഞു. ഇത് കേട്ട ടൈൽ ക്വിക്ക്ലി റിപ്ലൈഡ്, യുവർ ലോർഡ്ഷിപ്പ് സ്ലൈറ്റസ്റ്റ് വിഷ് ഈസ് ടു മീ കമാൻഡ്. ടൈൽ ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു. യുവർ ലോർഡ്ഷിപ്സ്, പ്രഭവ്, അങ്ങയുടെ, സ്ലൈറ്റസ്റ്റ്, ഏറ്റവും ചെറിയ, വിഷ് ഈസ് ടു മീ, ആഗ്രഹമാണ്, ടു മീ കമാൻഡ്, എന്നോട്, കമാൻഡ് പറഞ്ഞാൽ കൽപ്പിക്കുക, ആജ്ഞാപിച്ചത്, അങ്ങയുടെ ഏറ്റവും ചെറിയ ആഗ്രഹം പോലും എന്നോട് കൽപ്പിച്ചോളൂ. ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്. ഓൾ ദ സെയിം, പക്ഷേ ഒരു പ്രശ്നം, അതേസമയം ഐ ഡു ഫീൽ, എനിക്ക് തോന്നുന്നതാണ്, റാദർ അൺഹാപ്പി, അല്പം അസന്തുഷ്ടി തോന്നുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? എബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്, അങ്ങയുടെ ചിത്രം, ഓൾ ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ചിത്രം മാത്രം വരയ്ക്കുന്ന, തിരുമേനിയുടെ ചിത്രം, അങ്ങയുടെ ചിത്രം, തിരുമേനി ചിത്രം മാത്രം വരയ്ക്കുന്നതിൽ എനിക്ക് എന്തോ ഒരു അതൃപ്തി.
എന്ന് പറഞ്ഞാൽ കൂടെ കുറച്ച് പേരും കൂടി വരയ്ക്കണം എന്നാണ് ടൈൽ ഉദ്ദേശിച്ചു വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ആർഗ്യുമെൻറ്റ്സ് നടത്തുകയാണ്. ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ? ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ? ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകം. ഒരു ഭയാനകമല്ലേ, പേടിപ്പെടുത്തുന്നതല്ലേ? ടു തിങ്ക് ഓഫ്, ചിന്തിക്കുന്നത് പോലും, യുവർ ലോർഡ്ഷിപ്പ്, അങ്ങ് തിരുമനസ്, ബീങ് ലോൺലി ഒറ്റപ്പെട്ട്, ഏകാന്തമായി, ഫോർ എവർ ആൻഡ് എവർ എക്കാലവും, എന്നേക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഈ വ്യക്തിയിൽ ഇങ്ങനെ ഇരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഭയാനകമല്ലേ? ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? എന്നിട്ട് ഇതേ കാര്യം ഉറപ്പിക്കാനായിട്ട് മറ്റുള്ളവരോട് നോക്കി പറയുകയാണ്, ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ that his highness should be accompanied at least by her highness, her ladies, the noble generals and captains who adorn this court? Don't you think? നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയാണ്, സ്ത്രീകളെ, മാന്യരെ, നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ദാറ്റ് ഹിസ് ഹൈനസ്, തിരുമനസ്, ഷുഡ് ബി അക്കമ്പനീഡ്. അക്കമ്പനി പറഞ്ഞാൽ അനുഗമിക്കുക, കൂടെ ഉണ്ടായിരിക്കുക. അനുഗമിക്കണമെന്ന്, തിരുമനസിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആരെങ്കിലും, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത്, ബൈ ഹെർ ഹൈനസ്. ഹെർ ഹൈനസ് എന്ന് ഉദ്ദേശിച്ചത് രാജ്ഞിയാണ്. ഹെർ ലേഡീസ്, അതോടൊപ്പം അവരുടെ, ഈ രാജ്ഞിയുടെ രാജകുമാരി, രാജാവിൻ്റെ ഭാര്യ, തിരുമനസിൻ്റെ ഭാര്യയും അവരുടെ ലേഡീസ് എന്ന് പറഞ്ഞാൽ തോഴികളെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവരുടെ തോഴികൾ വേണം. അതോടൊപ്പം നോബിൾ ജനറൽസ്, കുലീനരായ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രേഷ്ഠരായ ജനറൽമാർ വേണം. ആൻഡ് ക്യാപ്റ്റന്മാർ വേണം. എല്ലാവരും അനുഗമിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഹൂ, അവരാണ് അഡോൺ ദിസ് കോട്ട്. അഡോൺ, അലങ്കരിക്കുക. ഈ രാജകൊട്ടാരത്തിനെ തന്നെ, രാജസദസ്സിനെ തന്നെ അലങ്കരിക്കുന്നവരല്ലേ അവർ? അവരും അങ്ങയുടെ കൂടെ പിക്ചറിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ചോദിച്ചു. എ കോട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലെൻഡർ, ലവ്ലിനെസ് ആൻഡ് ജുവലറി. കോട്ട് ലൈക്ക് ദിസ്, ഇതുപോലൊരു രാജസദസ്സിന്, ഹാസ് ഫ്യൂ റൈവൽസ്. റൈവൽ എന്ന് പറഞ്ഞാൽ എതിരാളികളാണ്. ഫ്യൂ റൈവൽ, റിഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എതിരാളികളെ ഉള്ളൂ. ഇതുപോലൊരു രാജസദസ്സിന് എതിരാളികൾ കുറവായിരിക്കും. എങ്ങനെയുള്ള രാജസദസ്സ്? അതിന് പ്രത്യേകത എന്താ? ഇൻ സ്പ്ലെൻഡർ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പ്ലെൻഡർ, ഗംഭീരമായ, ആഡംബരമായ എന്നൊക്കെയാണ്. ലവ്ലിനെസ്, സുന്ദരമായ, മനോഹരതയുള്ള. ആൻഡ് ഷിവൽറി, ധീരതയുള്ള എന്നൊക്കെയാണ്. അപ്പോൾ ഇത്ര ധീരമായ, സുന്ദരമായ, മനോഹരിതമായിട്ടുള്ള ഇതുപോലത്തെ രാജസദസ്സിന് എതിരാളികൾ കുറവായിരിക്കും. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. In the midst എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, ഇടയിൽ, മിഡിൽ എന്നർത്ഥം. Of such valor and beauty, valor എന്ന് പറഞ്ഞാൽ ധൈര്യം, ആൻഡ് ബ്യൂട്ടി, സൗന്ദര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഇടയിൽ, സൗന്ദര്യത്തിനും വീര്യം, ധൈര്യം, അതിനും ഇടയിൽ, ഐ വിൽ മേക്ക് മൈ ലോഡ്, ഞാൻ എൻ്റെ പ്രഭുവിനെ സ്ഥാപിക്കും എന്ന് വെച്ചാൽ വരച്ച് വയ്ക്കുന്നു. പ്രഭുവിൻ്റെ കൂടെ ആരെയും വരയ്ക്കും? ആൻഡ് ലേഡി, പ്രഭുവിൻ്റെ ഭാര്യയെയും വരയ്ക്കും. അവരെന്ത് ചെയ്യണം? ഷൈൻ, തിളങ്ങണം. ഷൈൻ ഫോർത്ത്, നല്ല രീതിയിൽ പ്രകാശിക്കണം. ഏതുപോലെ? ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻറ്റേൺസ്. മൂൺ, ചന്ദ്രൻ, സറൗണ്ടഡ് ബൈ ലാൻറ്റേൺസ്. സറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട, ബൈ ലാൻറ്റേൺസ്, വിളക്കുകളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ പ്രകാശിച്ച് നിൽക്കണം. എൻ്റെ പ്രഭുവും പ്രഭുവിൻ്റെ ഭാര്യ, രാജ്ഞിയൊക്കെ നന്നായി നിൽക്കണം. അപ്പോൾ അത്ര ബ്യൂട്ടിയൊക്കെ എടുത്ത് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് രാജാവിനെ മാത്രം വരച്ചാൽ പോരാന്ന്. ഇത് കേട്ട ആർച്ച് ഡ്യൂക്ക് എന്ത് തീരുമാനിച്ചു? 7th paragraph. The Archduke thought that it was a good idea. Archduke thought, ചിന്തിച്ചു, വിചാരിച്ചു, it was a good idea. ആഹാ, കൊള്ളാലോ, ഇത് നല്ലൊരു ആശയമാണല്ലോ. Well, my dear friend, your painting will be a great piece of art. പ്രിയ സുഹൃത്തേ, യുവർ പെയിൻറ്റിങ്, നിങ്ങളുടെ ചിത്രം, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ചിത്രം, വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ മികച്ച കലാസൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന പെയിൻറ്റിങ് മികച്ച കലാസൃഷ്ടി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഞാൻ ആലോചിച്ചു എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു കലാസൃഷ്ടി ആയിരിക്കും. പക്ഷേ വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? വാട്ട് റിവാർഡ്, എന്ത് പ്രതിഫലമാണ്
റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. എന്ത് പ്രതിഫലമാണ് ഡു യു എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. എന്ത് പ്രതിഫലമാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നത്? എത്ര രൂപ തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈൽ ഉടനെ കൊടുത്തു മറുപടി. കൂലി പറഞ്ഞ് 100 പീസ് ഓഫ് ഗോൾഡ്, 100 സ്വർണം. 100 സ്വർണ്ണ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 100 സ്വർണ്ണ നാണയങ്ങളെന്ന് ഉദ്ദേശിക്കുന്നു. 100 സ്വർണ്ണ നാണയങ്ങൾ വേണം. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. എന്നിട്ട് പറഞ്ഞു യു ക്യാൻ പേ മീ, നിങ്ങൾക്കത് തരാൻ കഴിയും, അങ്ങേക്ക് തരാം. നൗ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തരാം. ഓർ അല്ലെങ്കിൽ ലേറ്റർ പിന്നീട് എപ്പോഴെങ്കിലും തന്നാലും മതി. ജസ്റ്റ് ആസ് യു പ്ലീസ്, നിങ്ങൾക്ക് തൃപ്തിയുള്ളതുപോലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ ഇഷ്ടം പോലെ ഇപ്പോൾ തരാം, അതല്ലെങ്കിൽ പിന്നീട് വേണമെങ്കിൽ പണം തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജാവ് എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്ക് ഹിയർ ആർ ദ 100 പീസ് ഓഫ് ഗോൾഡ് കോയിൻ ഇൻ അഡ്വാൻസ് സെഡ് ദ ആർച്ച്ഡ്യൂക്ക് ഗിവിംഗ് ഹിം ദ ഗോൾഡ്. ഹിയർ ആർ ദ 100 പീസ് ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ്. ദാ മുൻകൂറായി 100 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് കയ്യിൽ കൊടുത്തു. സെഡ് ആർച്ച്ഡ്യൂക്ക്. ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു ഇതാ പിടിച്ചോ, അഡ്വാൻസ് ആയിട്ട്, ഇനി പിന്നീടൊന്നും വെക്കണ്ട, ഇപ്പം തന്നെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ഇൻ അഡ്വാൻസ് മുൻകൂറായി തന്നെ 100 സ്വർണ്ണ നാണയങ്ങൾ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു. ഗിവിംഗ് ഹിം ദ ഗോൾഡ്. അങ്ങനെ സ്വർണം കൊടുത്തുകൊണ്ട് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു. അപ്പോൾ ഇത് ഉടനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ടൈൽ. അപ്പോൾ ടൈൽ പറയുകയാണ് മൈ ലോർഡ്, എൻ്റെ പ്രഭുവേ, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. നീ അങ്ങാണ്, യു ആർ ദ മോസ്റ്റ് ജനറസ്. ജനറസ് എന്ന് പറഞ്ഞാൽ ഉദാരതയുള്ള, ഔദാര്യമുള്ളവൻ. അങ്ങാണ് ഔദാര്യമുള്ളവൻ. ഓഫ് മാസ്റ്റേഴ്സ്, എല്ലാ യജമാനന്മാരിലും വെച്ച് അങ്ങാണ് ഔദാര്യമുള്ളവൻ. കുറച്ച് പൊക്കി അടിച്ചു കേട്ടോ. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. യു ഹാവ് ഫിൽഡ്, നിങ്ങൾ അങ്ങ് നിറച്ചിരിക്കുന്നു. മൈ ലാമ്പ് വിത്ത് ഓയിൽ, എൻ്റെ വിളക്കിൽ എണ്ണ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണോ മനസ്സിൽ കരുതിയത് അത് കിട്ടിയല്ലോ. അപ്പോൾ പ്രതീക്ഷയിലുപരി കിട്ടി എന്നർത്ഥം. തൃപ്തിയായി. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഓണർ. ഇറ്റ് വിൽ ഫോർ എവർ, ഇത് എന്നേക്കും ബേൺ, കത്തും. ഇൻ യുവർ ഓണർ, അങ്ങയോടുള്ള ബഹുമാനത്താൽ. ഓണർ എന്ന് പറഞ്ഞാൽ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം. അങ്ങോട്ടുള്ള ആദരവിനാൽ ഇത് എക്കാലവും കത്തും. അതായത് എന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. The next day, Tile asked the Archduke to allow him to see all the courtiers who were to be painted along with him. The next day, തൊട്ടടുത്ത ദിവസം ടൈൽ ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക്. ആർച്ച്ഡ്യൂക്കിനോട് ടൈൽ ചോദിച്ചു ടു അലൗ ഹിം, അനുവദിക്കാമോ, ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ്, എല്ലാ സേവകന്മാരെയും. ഇപ്പോൾ വരയ്ക്കണമല്ലോ, രാജാവിൻ്റെ കൂടെ പ്രഭുവിൻ്റെ കൂടെ മറ്റു കുറേ പേരെ വരയ്ക്കണം എന്ന് അങ്ങോട്ട് എടുത്ത് പറഞ്ഞല്ലേ. അപ്പോൾ കോർട്ടിയേഴ്സിനെയൊക്കെ ഒന്ന് കാണാൻ അനുവാദം തരണം എന്ന് ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു. ഹൂ വർ ടു ബി പെയിൻറ്റഡ് എലോങ് വിത്ത് ഹിം. ഹൂ വർ ടു ബി പെയിൻറ്റഡ്, അവരെയാണ് വരയ്ക്കേണ്ടത്, അവരെയും കൂടി ചേർത്ത് വരയ്ക്കേണ്ടതാണ്. എലോങ് വിത്ത് ഹിം, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വരയ്ക്കേണ്ടതാണ്. എലോങ് വിത്ത് പറഞ്ഞാൽ കൂടെ, ഒപ്പം വരയ്ക്കേണ്ടതാണ്. ആർച്ച്ഡ്യൂക്കിൻ്റെ കൂടെ വരയ്ക്കേണ്ട മറ്റുള്ളവരെയും കൂടി കാണണമെന്ന് അടുത്ത ദിവസം പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേ കെയിം, അവർ വന്നു. ആൻഡ് സോ ഹിം, ഇവനെ ടൈലിനെ കണ്ടു. വൺ ബൈ വൺ, ഓരോരുത്തരായി വന്നു. ആദ്യം വന്ന ആളാരത്? ദ ഫസ്റ്റ് ടു കം വാസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ്, കരസേനാ മേധാവി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് ഓഫീസർ കൊട്ടാരത്തിൽ, ആർമിയിൽ കമാൻഡർ ഇൻ ചീഫ് വന്നു. ആ സൈന്യത്തെ മുഴുവൻ നയിക്കുന്ന കേട്ടോ, രാജാവിന് സൈന്യം ഉണ്ടാവുമല്ലോ, അദ്ദേഹമാണ് ആദ്യമായി വന്നത്. ഫസ്റ്റ് ടു കം ഇൻ, ആദ്യമായി വന്നു. എങ്ങനെയാണ് ഇയാളുടെ രൂപം? ഹി വാസ് എ ഷോർട്ട്, കുള്ളനാണ്, ആള് ചെറുതാണ്. ഫാറ്റ്, തടിയനാണ്. ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടിയാണ്. ബാൾഡ് മാൻ, കഷണ്ടിയുള്ള മനുഷ്യനാണ്. വിത്ത് ആൻ എനോർമസ് പോഞ്ച്, അതോടൊപ്പം എനോർമസ് എന്ന് പറഞ്ഞാൽ വലിയ, ഒരു വലിയ പോഞ്ച് എന്ന് പറഞ്ഞാൽ കുടവയറ്, അല്പം കുടവയറും ഉണ്ട്. ആള് കുള്ളനാണ്, തടിയനാണ്, കഷണ്ടിയുണ്ട്, കുടവയറുണ്ട്. ആർക്ക്? കമാൻഡർ ഇൻ ചീഫ്. അപ്പോൾ കുടവയറൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ഹി വിസ്പേർഡ് ഇൻ ടൈൽസ് ഇയർ. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു, മെല്ലെ പറഞ്ഞു. ഇൻ ടൈൽസ് ഇയർ വന്നിട്ട് കമാൻഡർ ഇൻ ചീഫിൻ്റെ രൂപം നമുക്ക് മനസ്സിലായി. ടൈലിൻ്റെ ഇയറിൽ, ചെവിയിൽ പോയിട്ട് മെല്ലെ പറയുകയാണ്, വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ
റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. വെൻ യു പെയിൻറ്റ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ, മൈ പിക്ചർ, എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ, റിമെമ്പർ, ഓർക്കണേ, യു ആർ ടു മേക്ക് മീ, നിങ്ങൾ എന്നെ, മേക്ക് മീ എന്നെ ആക്കി തീർക്കുക, എന്നെ ആക്കണം. എങ്ങനെ ആക്കണം? ലുക്ക് ഹാൻസം, ഹാൻസം, സുന്ദരനാക്കണം, കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം, എന്നെ കണ്ടാൽ സുന്ദരനാകണം, എൻ്റെ രൂപമായിരിക്കരുത്, യഥാർത്ഥ രൂപമായിരിക്കരുതെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ്, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. ഇഫ്, എങ്കിൽ, യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക്, നിങ്ങൾ ആക്കി തീർക്കുന്നില്ലെങ്കിൽ, മൈ സ്റ്റൊമക്ക്, എൻ്റെ വയറ്, കുടവയറാണല്ലോ മൂപ്പർക്ക്, അപ്പോൾ എൻ്റെ വയറ് ലുക്ക് ഫ്ലാറ്റ്, കുടവയറില്ലാതെ ഫ്ലാറ്റായി പരന്നതായി കാണത്തില്ലേ, സാധാ വയറ് പോലെ കാണിച്ചിട്ടില്ലെങ്കിൽ, ചിത്രത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്, ഞാൻ നിന്നെ ഹാങ്ഡ്, തൂക്കിക്കൊല്ലും എന്നർത്ഥം, നിന്നെ ഞാൻ തൂക്കിലേറ്റും. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ. റിമെമ്പർ, ഓർക്കുക, ഐ വാസ് വൺസ്, ഞാൻ, വൺസ്, ഒരിക്കൽ ഞാൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു ഞാൻ? വെരി ഹാൻസം സോൾജിയർ, വളരെ സുന്ദരനായ ഒരു സോൾജിയർ ആയിരുന്നു, സൈനികനായിരുന്നു, പട്ടാളക്കാരനായിരുന്നു എന്ന് ഓർക്കുക. ഇപ്പോഴാണ് ഇങ്ങനെ കുടവേറൊക്കെ വെച്ച് പോയതെന്ന്. രണ്ടാമത്തെ ആൾ വന്നു. അപ്പോൾ ഒരാളുടെ വാർണിംഗ് ത്രട്ട് കേട്ടു. രണ്ടാമത്തെ ആൾ വന്നു. അതാരായിരുന്നു? ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അല്പം പ്രായമുള്ള ഒരു സ്ത്രീയാണ് വന്നത്. വൃദ്ധയായൊരു സ്ത്രീ. കെയിം നെക്സ്റ്റ്, അടുത്തായി വന്നു. ഷീ ഹാഡ് എ ലാർജ് ഹംപ് ഓൺ ഹെർ ബാക്ക്. ഷീ, അവൾക്ക്, അല്ലെങ്കിൽ ആ വൃദ്ധയ്ക്ക്, ഹാഡ്, ഉണ്ടായിരുന്നു, ലാർജ് ഹംപ്, ഒരു വലിയ ഹംപ് എന്ന് പറഞ്ഞാൽ കൂന്, എവിടെ ഉണ്ട്? ഓൺ ഹെർ ബാക്ക്, പുറത്ത്, മുതുകിൽ ഒരു വലിയ കൂനുണ്ടായിരുന്നു. എന്നിട്ട് ലേഡി പറയുകയാണ്, സർ പെയിൻറ്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി. അല്ലയോ സർ പെയിൻറ്റർ, പറയുന്നത് എങ്ങനെയാ? സോഫ്റ്റ്ലി, വളരെ മൃദുവായിട്ടാണ് പറയുന്നത്. മേക്ക് മീ ലുക്ക് യങ്, മേക്ക് മീ, എന്നെ ആക്കി തീർക്കണം, എൻ്റെ പിക്ചർ എങ്ങനെ വരയ്ക്കണം? ലുക്ക് യങ്, എന്ന് വെച്ചാൽ ചെറുപ്പക്കാരിയായിട്ട് വേണം വരയ്ക്കാൻ. ആൻഡ് ബ്യൂട്ടിഫുൾ, യങ് ആയിരിക്കണം, അതോടൊപ്പം സുന്ദരിയുമായിരിക്കണം. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി, ഐ വിൽ ഹാവ് യു ടോൺ ഇൻ ടു പീസസ്. അടുത്ത ഭീഷണിയാട്ടോ. ഇഫ്, എങ്കിൽ, യു ഡോണ്ട് റിമൂവ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക, ഇല്ലാതാക്കുക. നിങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ, നീ അത് നീക്കിയിട്ടില്ലെങ്കിൽ, എന്ത്? ദ ഹംപ് ഓൺ മൈ ബാക്ക്, എൻ്റെ മുതുകത്തെ, എൻ്റെ പുറത്തെ ആ കൂൻ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ, നീക്കം ചെയ്യുന്നില്ലെങ്കിൽ, ആൻഡ് സപ്ലൈ, അതുവഴി, വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി, ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവ്, അഭാവം, എനിക്ക് സൗന്ദര്യം എങ്ങാനും നഷ്ടപ്പെടുകയാണെങ്കിൽ, അതുവരെ എനിക്ക് എന്ന് പറഞ്ഞാൽ അതുവഴി എനിക്ക് സൗന്ദര്യം ഇല്ലാതെയാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നതെങ്കിൽ, ഐ വിൽ ഹാവ് യു, ഞാൻ നിന്നെ എന്താക്കും? ടോൺ ടു പീസസ്, കഷ്ണങ്ങളാക്കി നുറുക്കുന്നു. കാരണം നിന്നെ ഞാൻ, ടോൺ പറഞ്ഞാൽ കീറുക എന്നാണ്, പക്ഷെ അവിടെ കഷ്ണങ്ങളാക്കി മുറിക്കുന്ന ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഷ്ണങ്ങളാക്കി മുറുക്കി എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തു. അടുത്ത രണ്ടാമത്തെ വാണിംഗ് ആട്ടോ. മൂന്നാമത്തെ ആൾ വന്നു. എ യങ് ലേഡി who was the companion of the Duchess came in as soon as the old lady left. മൂന്നാമത് വന്നത് ഒരു യങ് ലേഡിയാ, ചെറുപ്പക്കാരിയാ. ഇവരാരാ? ഹു വാസ് ദ കമ്പാനിയൻ, കമ്പാനിയൻ പറഞ്ഞ സുഹൃത്ത്, ഫ്രണ്ടാണ്. ഓഫ് ദ ഡച്ചസ്, പ്രഭുവിനി. ഡച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഭുവിൻ്റെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രാജ്ഞിയുടെ തോഴിയാണ് വന്നേക്കുന്നത്. കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പോയി, വിട്ടുപോയി. പ്രായമുള്ള വൃദ്ധയായ സ്ത്രീ പോയ ഉടനെ തന്നെ യങ് ലേഡിയാണ് വന്നത്. എന്താ യങ് ലേഡിയുടെ കുഴപ്പം? ഷി വാസ് യങ് ആൻഡ് പ്രെറ്റി, ചെറുപ്പമാണ്, പ്രെറ്റി, സുന്ദരിയുമാണ്. ബട്ട്, പക്ഷേ, ഹാഡ് ലോസ്റ്റ്, അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 ഓഫ് ഹെർ ഫ്രണ്ട് ടീത്ത്, 3 പല്ലുകൾ അവൾക്ക് നഷ്ടപ്പെട്ടു. ഫ്രണ്ട് ടീത്തിലെ പല്ലാട്ടോ, ഫ്രണ്ട് ടീത്താ നഷ്ടപ്പെട്ടെ. മുൻനിരയിലെ പല്ലുണ്ട്, 3 പല്ല് പോയതാണ്. എങ്ങനെ പോയതാ? ഇൻ ആൻ ആക്സിഡൻറ്റ്, ഒരു അപകടത്തിൽ ഫ്രണ്ട് നിരയിലെ മുമ്പിലത്തെ നിരയിൽ 3 പല്ലുകൾ നഷ്ടപ്പെട്ടതാണ് അവൾക്ക്. സുന്ദരിയൊക്കെയാണ് കാണാൻ. ഇവളെന്ത് പറഞ്ഞു ടൈലിനോട്? ഷീ വോണ്ട്, മുന്നറിയിപ്പ് കൊടുത്തു. ടൈൽ ദാറ്റ് ഈഫ് ഇൻ ഹെർ പിക്ചർ ഷീ ഡിഡിൻറ്റ് സീ ഹെർസെൽഫ് സ്മൈലിംഗ്. ഇൻ ഹെർ പിക്ചർ, അവളുടെ ചിത്രത്തിൽ എന്ന് വെച്ചാൽ അവളെ വരയ്ക്കുമ്പോൾ, ഷീ ഡിഡിൻറ്റ് സീ ഹെർസെൽഫ്, അവൾ എങ്ങനെ കാണാൻ പാടില്ല? സ്മൈലിംഗ്, ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നില്ലെങ്കിൽ, വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേളി
ടീത്ത്, അതോടൊപ്പം നല്ല പെർഫെക്റ്റ് സെറ്റ്, നല്ല പൂർണ്ണതയുള്ള തികവുറ്റ നല്ല മുത്ത് പോലെയുള്ള പവിഴം പോലുള്ള എന്ത് വേണം, പല്ലും കൂടി വെക്കണം. അങ്ങനെയാണ് എന്നെ വരയ്ക്കേണ്ടത്. അങ്ങനെ വരച്ചിട്ടില്ലെങ്കിൽ ഷീ വുഡ് ഹാവ് ഹിം കട്ട് ഇൻ ടു സ്മോൾ ബിറ്റ്സ് ബൈ ഹെർ ലവർ. ഷീ വുഡ് ഹാവ് ഹിം കട്ട്, അവൾ നിന്നെ അവനെ കൊല്ലും, കഷ്ണങ്ങളാക്കും. ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊല്ലും. കീറി മുറിക്കും, അവനെയും കൊല്ലും. ആരാൽ കൊല്ലപ്പെടും? ബൈ ഹെർ ലവർ, അവളുടെ കാമുകനാൽ കൊല്ലപ്പെടും. ആരാ അവളുടെ കാമുകൻ? ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഷീ പോയിന്റഡ്, അവൾ ചൂണ്ടിക്കാട്ടി. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, നമ്മൾ ആദ്യം കണ്ടില്ലേ ടൈൽ വന്ന് ഇറങ്ങുമ്പോൾ ക്യാപ്റ്റൻ 25 വയസ്സുള്ള ആ ക്യാപ്റ്റനാണ് അവളുടെ ലവർ. ആ ക്യാപ്റ്റൻ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അവൻ നിന്നെ കൊല്ലും കേട്ടോ. അടുത്ത ഭീഷണി, എന്തായാലും മരണം ഉറപ്പായി. Similar requests and threats continued until he had finished with the last of the courtiers. Similar requests and threats. Similar എന്ന് പറഞ്ഞാൽ സമാനമായ റിക്വറ്റ്സ്, അപേക്ഷകളും അതുപോലെ ത്രെഡ്സ്, ഭീഷണികളും കണ്ടിന്യൂഡ്, തുടർന്നുകൊണ്ടിരുന്നു. അൺടിൽ, അതുവരെ. ഏതുവരെ തുടർന്നു? ഹി ഹാഡ് ഫിനിഷ്ഡ്, ഇവൻ പൂർത്തിയാക്കണ വരെ. വിത്ത് ദ ലാസ്റ്റ് ഓഫ് ദ കോർട്ടിയേഴ്സ്, സേവകന്മാരിൽ അവസാനത്തെ ആളും വന്നു പോകുന്നവരെ ഈ ഭീഷണിയും വാണിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു, റിക്വസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ദ ആർച്ച് ഡ്യൂക്ക് സെൻഡ് ഫോർ ഹിം ആൻഡ് സെഡ്, അവസാനം ആർച്ച് ഡ്യൂക്കിൻ്റെ ഒഴായി. ആർച്ച് ഡ്യൂക്ക് വന്നിട്ട് സെൻഡ് ഫോർ ഹിം, അവനെ അയച്ചിട്ട് പറഞ്ഞു, മൈ ഡിയർ ഫെല്ലോ, ഐ വാണ്ട് യുവർ പോർട്രൈറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. യു ആർ ടു പെയിൻറ്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. എൻ്റെ പ്രിയ സുഹൃത്തെ, ഐ വാണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, യുവർ പോർട്രൈറ്റ്, നിങ്ങളുടെ ചിത്രം, ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ, ഓരോ വിശദാംശങ്ങളിലും അത് പെർഫെക്ഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ തികവുറ്റത്, എങ്ങനെയാണോ ആ വ്യക്തിയെ കാണാൻ അതുപോലെ ഉണ്ടാവണം. യു ആർ ടു പെയിൻറ്റ്, നിങ്ങൾ വരയ്ക്കണം. ഓൾ മൈ കോർട്ടിയേഴ്സ്, നിങ്ങൾ എൻ്റെ എല്ലാ സേവകന്മാരെയും വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? എക്സാക്ട്ലി, അതേപോലെ. ആസ് വി സീ ദം, അവരെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ വേണം വരയ്ക്കാൻ. എങ്ങനെയാണോ എന്നെ എല്ലാ അംഗക്കാരെയും സേവകരെയും കാണുന്നത് അതേപോലെ വേണം വരയ്ക്കാൻ. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. ഇഫ്, എങ്കിൽ, ആർച്ച് ഡ്യൂക്കിനെ ഭീഷണി കേട്ടോ. യു ലീവ് ഔട്ട്, ലീവ്, നീ വിട്ട് കളയുകയാണെങ്കിൽ, എ മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ഒരു മറുക്, ചെറിയൊരു മറുകോ, എ പിമ്പിൾ, ഒരു മുഖക്കുരുവോ, ഓർ അല്ലെങ്കിൽ സിംഗിൾ ഗ്രേ ഹെയർ, ഒരു ചെറിയ നരച്ച മുടിയോ എങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്താ ഉള്ളത് അതുപോലെ വരച്ചോളണം. അതെങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ്, ഞാൻ നിന്നെ, സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അറുക്കും നിന്നെ. ഏതുപോലെ? ലൈക്ക് എ പിഗ്, ഒരു പന്നിയെ പോലെ അറക്കും. കുറച്ച് മുമ്പേ കണ്ട രാജാവല്ലല്ലോ ഇപ്പോൾ, ഭീഷണിയായി. ഒരു പന്നിയെ പോലെ അറക്കും. ടൈൽ coolly thought things over and said to himself. ടൈൽ കൂളി, ശാന്തമായി തന്നെ, തോട്ട്, ചിന്തിച്ചു, തിങ്സ് ഓവർ, കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, അവൻ സ്വയം പറഞ്ഞു. എന്ന് വെച്ചാൽ എങ്ങനെയാലും മരണം ഉറപ്പാണല്ലോ, എങ്ങനെയാലും വന്നാലും മരണം ഉറപ്പാണ്. സ്വയം പറഞ്ഞു, ഇഫ് ഐ പെയിൻറ്റ് ദിസ് പിക്ചർ ഐ ഷാൾ certainly ബി കിൽഡ്. ഇഫ്, എങ്കിൽ, ഐ പെയിൻറ്റ് ദിസ് പിക്ചർ, ഞാൻ ഈ ചിത്രം വരച്ചാൽ, ഐ ഷാൾ certainly ബി കിൽഡ്, ഞാൻ തീർച്ചയായും കൊല്ലപ്പെടും. ഐദർ ദ ആർച്ച് ഡ്യൂക്ക് വിൽ ഹാവ് me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. ഐദർ, ഒന്നുകിൽ, ദ ആർച്ച് ഡ്യൂക്ക് വിൽ ഹാവ് മീ, ആർച്ച് ഡ്യൂക്ക് എന്നെ സ്ലോട്ടേഡ്, അറക്കും, ലൈക്ക് എ പിഗ്, ഒരു പന്നിയെ പോലെ അറക്കും. എന്തിനാ അറക്കുന്നത് ആർച്ച് ഡ്യൂക്ക്? ചിത്രം വരച്ചാൽ. ഫോർ ഹാവിങ് ഡിസ്ഒബെയ്ഡ്, മറ്റവർ പറഞ്ഞ പോലെയാണ് വരയ്ക്കുന്നതെങ്കിൽ, കോർട്ടിയസ് പറഞ്ഞ പോലെയാണ് വരച്ചതെങ്കിൽ ആർച്ച് ഡ്യൂക്ക് എന്നെ കൊല്ലും. കാരണം ആർച്ച് ഡ്യൂക്കിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്ഒബെയ്ഡ്, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ഓർ, അല്ലെങ്കിൽ, ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ പോലെ വരച്ചാൽ, ഓർ ദ കോർട്ടിയേഴ്സ് വിൽ ഹാവ് മീ മർഡേർഡ്, സേവകന്മാർ എന്നെ കൊലപ്പെടുത്തും. എന്തിന്? ഫോർ പെയിൻറ്റിങ് ദം ആസ് ദേ റിയലി ആർ, അവരെങ്ങനെ യഥാർത്ഥത്തിലുള്ളവരായിട്ട് പെയിൻറ്റ് ചെയ്യുന്നു അതുപോലെയാണ് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. അങ്ങനെ എങ്ങനെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ പോലെ വരച്ചാൽ കോർട്ടിയസ് കൊല്ലും. കോർട്ടിയസ് പറഞ്ഞ അല്ല മറിഞ്ഞെങ്കിൽ വരയ്ക്കുന്നതെങ്കിൽ
മറ്റുള്ളവരും കൊല്ലും. എന്തായാലും മരണം ഉറപ്പാ. ഇൻ ഐദർ കേസ് ഐ ആം ടു ഡൈ. എങ്ങനെ വന്നാലും ഞാൻ മരിക്കും. വാട്ട് ആം ഐ ടു ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യും? ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി. എന്നിട്ട് തീരുമാനിച്ചു, പെർഹാപ്സ് ഇറ്റ് ഈസ് വൈസർ നോട്ട് ടു പെയിൻറ്റ് ദിസ് പിക്ചർ അറ്റ് ഓൾ. പെർഹാപ്സ്, ഒരു പക്ഷേ, ഇറ്റ് വാസ് വൈസർ, ബുദ്ധിയായിരിക്കും. വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയായിരിക്കും. നോട്ട് ടു പെയിൻറ്റ്, വരയ്ക്കാതിരുന്നാൽ പോരെ. ദിസ് പിക്ചർ അറ്റ് ഓൾ, ഈ ചിത്രം വരയ്ക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അങ്ങനെ ദ ഫോളോവിങ് ഡേ, തൊട്ടടുത്ത ദിവസം, ഹി ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിനോട് ടൈൽ ആവശ്യപ്പെട്ടു, ഫോർ ദ ഹാൾ വേർ ഹി വാസ് പെയിൻറ്റ് ടു ദ പിക്ചർ, ചിത്രം വരയ്ക്കാൻ ആവശ്യമായൊരു ഹോള് വേണം എന്നാവശ്യപ്പെട്ടു ആർച്ച് ഡ്യൂക്കിനോട്. എന്തെങ്കിലും ഒരു വരയ്ക്കാനൊരു ക്യാൻവാസ് ഉള്ള സ്ഥലം വേണ്ടേ, വയ്ക്കാൻ സ്ഥലം. അപ്പോൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? ചുമരിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് കാണിക്കാൻ പറഞ്ഞു. ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. ഹി വാസ് ഷോൺ, അദ്ദേഹം കാണിച്ചു, ലാർജ് റൂം, ഒരു വലിയ മുറി തന്നെ കൊണ്ട് കാണിച്ചു, വിത്ത് ബെയർ വാൾസ്. ബെയർ എന്ന് പറഞ്ഞാൽ എംറ്റി ആയ, ശൂന്യമായ, ഒന്നുമില്ലാത്ത, ഒന്നും എഴുതിയിട്ട് വരച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു വാൾ, ഭിത്തി, ചുമര് കൊണ്ടേ കാണിച്ചു. നീ ഇവിടെ വരച്ചോളാൻ പറഞ്ഞു. ടൈൽ ആസ്ക്ഡ് ഫോർ തിക്ക് കർട്ടൻസ് ടു ബി ഹങ് ഓൺ ദ വാൾസ്. അപ്പം ടൈൽ ആവശ്യപ്പെട്ടു തിക്ക് കർട്ടൻസ്, നല്ല അല്പം കട്ടിയുള്ള കർട്ടൻ വേണം. എന്തിനത്? ടു ബി ഹങ്, തൂക്കിയിടാനാ. ഓൺ ദ വാൾസ്, ചുമരിൽ തൂക്കിയിടണം. അതായത് കലാകാരന്മാരെ കണ്ടിട്ടില്ലേ, അവസാനം അത് ഫിനിഷ് ചെയ്താൽ മാത്രമാണ് അത് കർട്ടൻ നീക്കുള്ളൂ. അപ്പോൾ അതുവരെ അത് ആരും കാണിക്കാൻ പാടില്ല. അപ്പോൾ തൂക്കിയിടാനായിട്ട് ഒരു കർട്ടൻ വേണം, തിക്കായിട്ടുള്ള കർട്ടൻ. ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. എന്തിനാണെന്നറിയാമോ? ഹി വാണ്ടഡ്, അവൻ ആഗ്രഹിച്ചു, ടൈൽ ആഗ്രഹിച്ചു, ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ്, അവൻ്റെ പെയിൻറ്റിങ് സംരക്ഷിക്കപ്പെടണം. എന്തിൽ നിന്ന്? ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. ഫ്ലൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈച്ചകൾ, പ്രാണികളും ഈച്ചകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് ചിലപ്പം മരം മാറിപ്പോയാലോ. അതുപോലെ ആൻഡ് ദ ഡസ്റ്റ്, പൊടിപടലങ്ങൾ, പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഒരു തിക്ക് കർട്ടൻ വേണം. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 അസിസ്റ്റൻസ് ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിംഗ് കളേഴ്സ്. അതോടൊപ്പം തന്നെ ഹി ഓൾസോ ആസ്ക്ഡ്, കൂടാതെ എന്നർത്ഥം, ഓൾസോ ആവശ്യപ്പെട്ടു, ഫോർ 3 അസിസ്റ്റൻസ്, 3 സഹായികളെയും കൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതെന്തിനാണെന്നറിയാമോ? ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ, ഇൻ മിക്സിംഗ് കളേഴ്സ്, നിറങ്ങളൊക്കെ കൂട്ടിക്കലർത്തി വെക്കണം. അപ്പോൾ ആ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സഹായികളെയും കൂടെ ആവശ്യപ്പെട്ടു. ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. ആർച്ച് ഡ്യൂക്ക് കൊടുത്തു, ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ, അവൻ ചോദിച്ചതെല്ലാം കൊടുത്തു. അങ്ങനെ for 30 days Tile and his assistants feasted themselves on the choicest dishes and drank the finest wines. For 30 days, 30 ദിവസത്തോളം ടൈലും അവൻ്റെ അസിസ്റ്റൻറ്റ്, സഹായികളും, ഫീസ്റ്റഡ് ദംസെൽസ്, അവരവരെ തന്നെ വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിച്ചു എന്നർത്ഥം. ഫീസ്റ്റഡ് ദംസെൽസ് ഓൺ ദ ചോയ്സസ്റ്റ് ഡിഷസ്, ഇഷ്ടംപോലെ സമൃദ്ധമായ ഭക്ഷണം. ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്, കുടിക്കാനാണെങ്കിൽ ഏറ്റവും മികച്ച വീഞ്ഞുകൾ, ഇതെല്ലാം കൊണ്ട് അവരവരെ തന്നെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു കിടന്നു 30 ദിവസം. ഓൺ ദ 31st ഡേ, 31ാമത്തെ ദിവസം എത്തിയപ്പോൾ, 30 ദിവസം കഴിഞ്ഞു ഒന്നും പറഞ്ഞില്ല. 31ാമത്തെ ദിവസം ദ ആർച്ച് ഡ്യൂക്ക് തേഴ്സ്റ്റ് ഹിസ് നോസ് ഇൻ ത്രൂ ദ ഡോർ. സാധാരണ ത്രസ്റ്റ് ഹിസ് നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്ക് ഇങ്ങനെ ഉന്തുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്പം ഒന്ന് പീപ്പ് ചെയ്യുക, ഒളിഞ്ഞു നോക്കുക, ഒന്ന് കട്ടൻ മാറ്റി ഒളിഞ്ഞു നോക്കത്തില്ലേ, അങ്ങനെ. ആർച്ച് ഡ്യൂക്ക് വന്നിട്ട് ഒന്ന് കട്ടൻ മാറ്റി നോക്കി, ഒളിഞ്ഞു നോക്കുക. ത്രൂ ദ ഡോറൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഡോറിലോട്ട് ഒളിഞ്ഞു നോക്കി ആർച്ച് ഡ്യൂക്ക്. ആൻഡ് സെഡ്, ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിൻറ്റിങ്. സമയമായല്ലോ, പെയിൻറ്റിങ് പൂർത്തിയാക്കേണ്ട സമയമായല്ലോ. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഐ ആം ഈഗർ എന്ന ആകാംക്ഷ, എനിക്ക് ആകാംക്ഷയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഈസ് ഇറ്റ് റെഡി? തയ്യാറായില്ലേ? റെഡി ആയില്ലേ? എല്ലാം ഓക്കെ ആയില്ലേ? ടൈൽ എന്ത് പറഞ്ഞു? ടൈൽ സെഡ് ദാറ്റ് ദ പിക്ചർ വാസ് ബീങ് കംപ്ലീറ്റഡ് ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. ടൈൽ പറഞ്ഞു, ദ പിക്ചർ വാസ് ബീങ് കംപ്ലീറ്റഡ്, ചിത്രം ഏതാണ്ടൊക്കെ പൂർത്തിയായി, പക്ഷേ ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്, അത് അല്പം കൂടി ഒന്ന് ഫിനിഷ് ചെയ്യണം, ഫൈനൽ ടച്ചപ്പ് ഉണ്ട്. അപ്പോൾ അല്പം ഒന്ന് കുറച്ച് ദിവസം കൂടെ, സം മോർ ഡേയ്സ്, കുറച്ച് അധികം ദിവസം കൂടെ നീഡഡ്, ആവശ്യമാണെന്ന്
ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസം അധികം സമയം കൂടി തന്നാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആവശ്യപ്പെട്ടു. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ദ ആർച്ച്ഡ്യൂക്ക് റിപ്ലൈഡ് ദാറ്റ് സോ ആസ് ലോങ് ആസ് ദ പെയിൻറ്റിംഗ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. ആർച്ച്ഡ്യൂക്ക് മറുപടി പറഞ്ഞു, ലോങ് ആസ് ദ പെയിൻറ്റിംഗ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. എല്ലാ വിശദാംശങ്ങളും സഹിതം ചിത്രം പൂർണ്ണമായിരിക്കണമല്ലോ, അതുകൊണ്ട് കാത്തിരിക്കാമെന്ന്. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറാണ്. എല്ലാ വിശദാംശങ്ങളും സഹിതം പെയിൻറ്റിംഗ് പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ആർച്ച്ഡ്യൂക്ക് അറിയിച്ചു. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ ടു ഡിഡ് നോട്ട് മാറ്റർ, ഹി സെഡ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഡിലേ താമസം, വൈകുക, ഓഫ് എ വീക്ക് ഓർ ടു 1-2 ആഴ്ച വൈകിയാലും ഡിഡ് നോട്ട് മാറ്റർ, വിഷയമല്ല, പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ടൈൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് കണ്ടിന്യൂഡ് ദെയർ മെറി മേക്കിംഗ് ഫോർ അനദർ ഫോർട്ട്നൈറ്റ്. ഇത് കേട്ട ടൈലും അത് സന്തോഷമായി. അപ്പോൾ ടൈൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ്, ടൈലും അവൻ്റെ സുഹൃത്തുക്കളും കണ്ടിന്യൂഡ് തുടർന്നു, ദെയർ മെറി മേക്കിംഗ്, മെറി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, ഇവിടെ ഉല്ലസിച്ചു എന്നർത്ഥം. ഫോർ അനദർ ഫോർട്ട്നൈറ്റ്, അടുത്ത 2-2 ആഴ്ചത്തേക്ക്, കേട്ടോ, ഫോർട്ട്നൈറ്റ്, അടുത്ത 2 ആഴ്ചയോളം അവർക്ക് വീണ്ടും ഉല്ലാസത്തിൻ്റെ ദിവസങ്ങളായി. ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ തൃപ്തി അടഞ്ഞു നടന്നു. അത് കഴിഞ്ഞു. On the 45th day, once again the Archduke poked his nose in through the door. 45ാമത്തെ ദിവസമായി, ചിത്രം വരയ്ക്കാൻ ഏൽപ്പിച്ച് 45 ദിവസമായി. വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടെ, ആർച്ച്ഡ്യൂക്ക് പോക്ക്ഡ് ഹിസ് നോക്ക്. ഇവിടെ മൂക്ക് ഇതാക്കിയെന്നല്ല, ഇവിടെയും മൂക്ക് യഥാർത്ഥത്തിലർത്ഥം മൂക്ക് നുഴച്ചു എന്നാണ് വരുന്നത്. ഇവിടെ ഒളിഞ്ഞു നോക്കി എന്നുള്ളതുള്ളൂ. ത്രൂ ദ ഡോർ മാറ്റി നീക്കി ഒന്ന് നോക്കി, എന്താ പൂർത്തിയായില്ലേ, കംപ്ലീറ്റ് ആയില്ലേ എന്ന അർത്ഥത്തിൽ. ഈസ് ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്? ആ ചിത്രം പൂർത്തിയാക്കേണ്ട സമയമായില്ലേ? ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഇത്രയും ദിവസമായല്ലോ, 45 ദിവസമായി തന്നിട്ട്, പൂർത്തിയാക്കേണ്ട സമയമായില്ലേ? ടൈൽ സെഡ് ദാറ്റ്, ടൈൽ മറുപടി പറഞ്ഞു, ദ പോർട്രൈറ്റ് വാസ് ബീയിങ് ഗിവൺ ദ ഫിനിഷിംഗ് ടച്ചസ്. അവസാനത്തെ മിനുക്കുപണിയിലാണ്, അതും കൂടി നൽകാനുണ്ട്, എന്നുവെച്ചാൽ ഫൈനൽ ടച്ചപ്പ് കൂടി നൽകാനുണ്ട്. ഹി ബെഗ്ഡ് ഫോർ സം മോർ ടൈം, കുറച്ചധികം സമയത്തിനും കൂടെ ബെഗ്ഡ്, യാചിച്ചു. അദ്ദേഹം യാചിച്ചു, കെഞ്ചി നോക്കി, കുറച്ച് കൂടെ സമയം കിട്ടുകയാണെങ്കിൽ ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ദ ആർച്ച്ഡ്യൂക്ക് സെഡ് ദാറ്റ് ഹിസ് ഡിലേ ഡിഡ് നോട്ട് മാറ്റർ സോ ആസ് ലോങ് ഹി ഡിഡ് ആൻ എക്സലന്റ് ജോബ്. ആർച്ച്ഡ്യൂക്ക് സെഡ് ദാറ്റ്, ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, ഹിസ് ഡിലേ, അദ്ദേഹത്തിൻ്റെ താമസം വെച്ച് താമസിപ്പിക്കുന്നത്, ഡിഡ് നോട്ട് മാറ്റർ, അത്ര വലിയ കുഴപ്പമൊന്നുമല്ല, സോ ലോങ് ആസ് ഹി ഡിഡ് ആൻ എക്സലന്റ് ജോബ്, ഒരു മികച്ച ചിത്രം തന്നെ കിട്ടുമല്ലോ, കാലതാമസം വലിയ പ്രശ്നമല്ല, ഒരു മികച്ച ജോലി ചെയ്യുന്നിടത്തോളം കാലം ഒരു കാലതാമസം വരുന്നത് പ്രശ്നമല്ല എന്നുള്ളത് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു. അത് എക്സലൻ്റ് ആവണം എന്തായാലും. ബട്ട് ഹി ആഡഡ്, പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു കാര്യം പറഞ്ഞു, യു ഷുഡ് ഐദർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. ഒരു കാര്യം തീരുമാനമായിട്ട് ചോദിക്കുകയാണ്. യു ഷുഡ് ഐദർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ദ പിക്ചർ വിത്തിൻ 15 days, 15 ദിവസത്തിനകം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം ഒന്നുകിൽ, ഓർ അല്ലെങ്കിൽ യു ഷുഡ് ഷോ മീ, നിങ്ങൾ എന്നെ കാണിക്കണം, ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ, പൂർത്തീകരിക്കാത്ത പിക്ചർ ഇപ്പം തന്നെ കാണണം. ഒന്നുകിൽ ഫിനിഷ് ആകാത്ത പിക്ചർ ഇപ്പം കാണണം, അല്ലെങ്കിൽ ഫിനിഷ് ആയിട്ട് 15 ദിവസത്തിനകം കാണണം, 2 ആഴ്ചക്കുള്ളിൽ തരികയാണെന്നർത്ഥം. ടൈൽ പ്രോമിസ് ടു കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. ടൈൽ പ്രോമിസ് ചെയ്തു, വാക്ക് കൊടുത്തു, കംപ്ലീറ്റ് ചെയ്യാം, പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം, അടുത്ത 15 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരാം എന്നുള്ള കാര്യം വാക്ക് കൊടുത്തു. സെയിങ് ദാറ്റ്, എന്നിട്ട് പറയാണ്, ഓൺലി എ ഫ്യൂ മൈനർ ഡീറ്റെയിൽസ് റിമൈൻ ടു ബി ഫിൽഡ് ഇൻ. എന്നിട്ട് പറഞ്ഞു, ഓൺലി മാത്രമേ ഉള്ളൂ, ഫ്യൂ ഒരു ചെറിയ അല്ലെങ്കിൽ ചുരുക്കം, മൈനർ ഡീറ്റെയിൽസ് നേരിയ വിശദാംശങ്ങളും കൂടിയേ മാത്രമേ ഉള്ളൂ, കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ പൂർത്തിയാക്കാൻ എന്നുള്ള ചെറിയ വിശദാംശം മാത്രമേ പൂരിപ്പിക്കാൻ അവശേഷിക്കുന്നുള്ളൂ. ടു ബി ഫിൽഡ്, റിമൈൻഡ് വന്ന് അവശേഷിക്കുക, ടു ബി ഫിൽഡ് ഇൻ പൂരിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ഭാഗം കൂടി മാത്രമേ ഒന്നുള്ളൂ. ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിംഗ് നൗ, യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ഹി സെഡ്. എന്നിട്ട് എടുത്ത് പറയുകയാണ്, ഷുഡ് യുവർ ലോർഡ്ഷിപ്പ്, അങ്ങ് പ്രഭു തിരുമേനി, സീ ദ പെയിൻറ്റിംഗ് നൗ, ഇപ്പോൾ ഈ പെയിൻറ്റിംഗ് ചിത്രം കാണുകയാണെങ്കിൽ, യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ്, അങ്ങേക്ക് എന്ത് വരില്ല, തൃപ്തി തോന്നത്തില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല, വിത്ത് ഇറ്റ്, അതുമായിട്ട് തൃപ്തി തോന്നത്തില്ല.
ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചയും കൂടി ഉണ്ടല്ലോ. ടൈൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ്ഡ് ദംസെൽസ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. അങ്ങനെ ടൈലും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസ് സുഹൃത്തുക്കളും കൂടെ എൻജോയ്ഡ് ദംസെൽസ് സ്വയം ആസ്വദിച്ചു. യെറ്റ് അനദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു 2 ആഴ്ച കൂടെ അങ്ങനെ ആസ്വദിച്ചു കേട്ടോ. 15 ദിവസം കൊടുത്തൊക്കെയാണല്ലോ അവധി. അങ്ങനെ ഓൺ ദ 60th മോർണിംഗ്, 60ാമത്തെ ദിവസം രാവിലെ, ദ ആർച്ച് ഡ്യൂക്ക് ഫോഴ്സ്ഡ് ഹിസ് വേ ഇൻ ടു ദ റൂം ആൻഡ് സെഡ്. ആർച്ച് ഡ്യൂക്ക് നിർബന്ധിതനായി തൻ്റെ വഴിയിൽ എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ നിർബന്ധപൂർവ്വം കടന്നു വന്നു എന്നർത്ഥം. ഇൻ ടു ദ റൂം, ആ റൂമിലേക്ക് കടന്നു വന്നിട്ട് ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. ഐ മസ്റ്റ് സീ, എനിക്ക് കാണണം. ദ പിക്ചർ അറ്റ് വൺസ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, എനിക്ക് ഈ നിമിഷം തന്നെ കാണണം. വേർ ഇസ് ദ പിക്ചർ, എവിടെ ചിത്രം? ഡ്രോ ദോസ് കേർട്ടൻസ് അപ്പാർട്ട്. ഡ്രോ, നീക്കുക, വലിക്കുക. ആ കർട്ടൻസ്, ദോസ് കർട്ടൻസ്, ആ കർട്ടൻസ് ഒക്കെ അപ്പാർട്ട്, അങ്ങോട്ട് തിരശ്ശീല മാറ്റുക. എന്താ മാറ്റുക? ദ പിക്ചർ ഈസ് റെഡി മൈ ലോർഡ് അനൗൺസ് ടൈൽ. പിക്ചർ റെഡിയാണ് പ്രഭു എന്ന് പറഞ്ഞു. അനൗൺസ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. ടൈൽ പറഞ്ഞു പിക്ചർ റെഡിയാണ്. കർട്ടൻ വരെ മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ചോദിക്കുകയാണ്, ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ്? പിന്നെ ദെൻ എന്തുകൊണ്ടാണ്, വൈ ഡോണ്ട് യു, എന്തുകൊണ്ടാണ് നീ ഈ കർട്ടൻസ് മാറ്റാത്തത്? എന്തുകൊണ്ടാണ് നീ തിരശ്ശീല മാറ്റാത്തത്? വാട്ട്സ് ദ മാറ്റർ, എന്താ പ്രശ്നം? ദ ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ്. ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. ഐ വാണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ സെഡ് ടൈൽ. അങ്ങനെ ഐ വാണ്ട് യു, എനിക്ക് ആഗ്രഹമുണ്ട്, ടു ഗ്രാൻഡ് മീ, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക, എനിക്ക് അനുവദിച്ച് തരണമേ. വൺ ലാസ്റ്റ് ഫേവർ, ഫേവർ എന്ന് പറഞ്ഞാൽ സഹായമാണ്, അവസാനത്തെ ഒരു സഹായം കൂടെ എനിക്കൊന്ന് അനുവദിച്ച് തരണമേ. സെഡ് ടൈൽ. പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. ടൈൽ പറയുക, പ്ലീസ് ഓർഡർ, ദയവായി ഒന്ന് കൽപ്പന കൊടുക്കണം. ഓൾ ദ കോർട്ടിയേഴ്സ്, എല്ലാ കോർട്ടിയേഴ്സ്, സേവകരോടും സഭാ അധികാരികളൊക്കെ ഉണ്ടാവില്ല, മറ്റുള്ളവരോടൊക്കെ തന്നെ, ടു അസംബിൾ എന്ന് പറഞ്ഞാൽ ഒത്തുകൂടുക, ഇൻ ദിസ് റൂം, ഈ റൂമിലേക്ക് വന്ന് ഒത്തുകൂടാൻ, എല്ലാവരും ഈ മുറിയിലേക്കൊന്ന് വരാൻ ഓർഡർ കൊടുക്കണേ, അങ്ങനെ ഒന്ന് ഉത്തരവിടണേ എന്ന് പറഞ്ഞു. വെൻ ദേ ആർ ഹിയർ ഐ വാണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ് ടു ദം. വെൻ ദേ ആർ ഹിയർ, അവരിവിടെ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ, ഐ വാണ്ട് ടു സേ, എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഫ്യൂ വേർഡ്സ് ടു ദം, അവരോട് കുറച്ച് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ, പിന്നെ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്, എല്ലാവരും വരണം, വന്നിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കർട്ടൻ മാറ്റുള്ളൂ എന്ന്. ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്, പിന്നെ ഞാൻ കർട്ടൻ മാറ്റിക്കോളാം. അങ്ങനെ ദ ആർച്ച് ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹാൾ. ആർച്ച് ഡ്യൂക്ക് ഓർഡർ കൊടുത്തു, ഉത്തരവിട്ടു, എല്ലാ കോർട്ടിയേഴ്സിനോടും സേവകന്മാരോടും ഈ ഹാളിലേക്ക് അസംബിൾ ചെയ്യാൻ, ഒത്തുകൂടാൻ, എല്ലാവരും വരാൻ പറഞ്ഞു. ടൈൽ അഡ്രസ്ഡ് ദം. അങ്ങനെ ടൈൽ അവരെ അഭിസംബോധന ചെയ്തു. മൈ ലോർഡ്, എൻ്റെ പ്രഭു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മാന്യ സ്ത്രീകളെ, മാന്യരെ, ദ പിക്ചർ ഈസ് റെഡി, ചിത്രം തയ്യാറാണ്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കേർട്ടൻസ്. യു വിൽ നൗ ബി ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിവ്, നിങ്ങൾക്ക് ഇപ്പോൾ കഴിവുണ്ടായിരിക്കും. ആസ് ഐ ഡ്രോ ദ കേർട്ടൻസ്, ഞാൻ ഈ കേർട്ടൻ മാറ്റുമ്പോൾ, ടു സീ, കാണാൻ കഴിയും. ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്, എത്ര നന്നായിട്ടാണ്, ഹൗ വെൽ, എത്ര നന്നായിട്ടാണ്, ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തത്, മൈ വർക്ക്, എൻ്റെ ജോലി, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തത് എത്ര നന്നായിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അഡ്മയർ എന്ന് പറഞ്ഞാൽ ആരാധിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആരാധന തോന്നും, എന്ന് വെച്ചാൽ ഒരു ഇഷ്ടം തോന്നുമെന്ന്. എന്തിനോട്? മൈ വർക്ക്, എൻ്റെ വർക്കിനോട് എൻ്റെ ഒരു അട്രാക്ഷൻ തോന്നും. പക്ഷേ, അഭിനന്ദിക്കാൻ പറ്റുമെന്ന്. പക്ഷേ, ഐ മസ്റ്റ് വാൺ, ഞാനൊരു കാര്യം മുന്നറിയിപ്പായി പറയുകയാണ്. യു ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ എബൌട്ട് ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ സംതിങ് വെരി സ്പെഷ്യൽ, ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമുണ്ട്, എന്നുവെച്ചാൽ വളരെ സവിശേഷമായ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ്, ഒരു വളരെ സവിശേഷമായൊരു കാര്യമുണ്ട്. ഓൺലി ദോസ് എമംഗ് യു ഹാവ് നോബിൾ ബ്ലഡ് ഇൻ യുവർ വെയിൻസ് വിൽ ബി ഏബിൾ ടു സീ ദിസ് പെയിൻ. ഓൺലി ദോസ്, ഉള്ളവർക്ക് മാത്രം,
എമംഗ് യു, എമംഗ് പറഞ്ഞാൽ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ എന്നുള്ളവർക്ക്, ഹു ഹാവ് നോബിൾ ബ്ലഡ്, നിങ്ങളുടെ ഇടയിൽ നോബിൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ രക്തം, അതായത് രാജരക്തം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, നല്ല വിശിഷ്ടമായ രക്തം, നല്ല തറവാട്ടി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത്ര നല്ല നോബിൾ ബ്ലഡാണുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മാത്രം, എവിടെ, ഇൻ യുവർ വെയിൻ, വെയിൻ എന്ന് പറഞ്ഞാൽ ഞരമ്പ്, നിങ്ങളുടെ സിരകളിൽ ഞരമ്പുകളിൽ ഓടുന്നത് നല്ല നോബിൾ ബ്ലഡ് ആണെങ്കിൽ മാത്രമേ, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് വിൽ ബി ഏബിൾ ടു സീ, ഏബിൾ കഴിവ്, നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ദിസ് പെയിൻറ്റിങ്, ഈ പിക്ചർ കാണണമെങ്കിൽ സിരകളിൽ ഓടുന്നത് നോബിൾ ബ്ലഡ് ആയിരിക്കണം. All the rest, whatever their rank or position, will see nothing but a blank wall. All the rest എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം, whatever their rank or position, അവരുടെ റാങ്ക് പദവിയോ അവരുടെ പൊസിഷൻ സ്ഥാനമോ whatever എന്തായാലും അവരുടെ സ്ഥാനം, മറ്റുള്ളവരൊക്കെ നോബിൾ ബ്ലഡുള്ള ആൾക്കാർ മാത്രം അത് കാണും, ബാക്കിയുള്ള ആൾക്കാർ അത് ഏത് പൊസിഷനുള്ള ആൾക്കാരായാലും ശരി, വിൽ സീ നത്തിങ്, ഒന്നും കാണില്ല. എന്ത് മാത്രമേ കാണൂ? ബട്ട് എ ബ്ലാങ്ക് വോൾ, ബ്ലാങ്ക് ഒരു ശൂന്യമായ ചുമര് മാത്രമേ കാണൂ. നൗ ഐ വിൽ ഡ്രോ ദ കേർട്ടൻസ്, നൗ ഇപ്പോൾ, ഐ വിൽ ഡ്രോ ഞാൻ നീക്കാൻ പോവുകയാണ്, ഞാനിപ്പോൾ മാറ്റാൻ പോവുകയാണ്, കേർട്ടൻ മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ടൈൽ ഫ്ലങ് ദ കേർട്ടൻസ് അസൈഡ്, അങ്ങനെ കേർട്ടൻസ് തിരശീലകളൊക്കെ, ഫ്ലങ് പറഞ്ഞാൽ വലിക്കുക, ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ടോ, അസൈഡ്. നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണ്, ലാസ്റ്റ് പാരഗ്രാഫ്. The courtiers outdid one another in showing their admiration for the picture. Courtiers, സേവകരെല്ലാം, outdid one another, outdid എന്ന് പറഞ്ഞാൽ മറികടക്കുക, അതായത് ഒരാളുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്നർത്ഥം. വൺ അനദർ, പരസ്പരം വന്ന് നിന്നു എന്നുവെച്ചാൽ ഒരാളുടെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്തിനാ വന്ന് നിൽക്കുന്നത്? ഇൻ ഷോയിങ് ദെയർ അഡ്മിറേഷൻ, ഷോയിങ് കാണിക്കുക, അവരുടെ അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ ആരാധന, ഫോർ ദ പിക്ചർ, ഈ ചിത്രത്തോടുള്ള ആദരവ് കാണിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് മുന്നിലേക്ക് കയറി വന്ന ആൾക്കാരൊക്കെ, ദേ പ്രൈസ്ഡ് ടൈൽ, പ്രൈസ്ഡ് പുകഴ്ത്തി, അവരെല്ലാവരും പുകഴ്ത്തി പറഞ്ഞു, ടൈലിനെ പുകഴ്ത്തി. എന്തിനു പുകഴ്ത്തി? ഫോർ ഹിസ് സ്പ്ലെൻഡഡ് പെയിൻറ്റിങ്, സ്പ്ലെൻഡഡ് മനോഹരമായ ഈ ചിത്രത്തിന്, അവൻ വരച്ച ചിത്രത്തിന് വേണ്ടി പുകഴ്ത്തി, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് അഭിനന്ദിച്ച് പറഞ്ഞു. ദേ റിമാർക്ക്ഡ് ഹൗ നാച്ചുറൽ ഈച്ച് വൺ ഓഫ് ദം, ദേ റിമാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവർ അഭിപ്രായപ്പെട്ടു, റിമാർക്ക് അഭിപ്രായപ്പെട്ടു, ഹൗ നാച്ചുറൽ എത്രമാത്രം സ്വാഭാവികതയുണ്ട്, ഈച്ച് വൺ ഓഫ് ദം അവരിൽ ഓരോരുത്തരെയും കാണാൻ എത്രമാത്രം സ്വാഭാവികതയാണ്, ഉള്ളതുപോലെ തന്നെ വരച്ചിരിക്കുന്നത്. ലുക്ക് ഇൻ ദ പിക്ചർ, ഈ ചിത്രത്തിൽ കാണുന്നത് സ്വാഭാവികമായിട്ട് തന്നെയാണ് എന്നുള്ള കാര്യം അവരെല്ലാവരും അഭിപ്രായപ്പെട്ടു. എന്നിട്ട് ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട്, ഈഗർലി ആകാംക്ഷയോടെ, പോയിൻറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടി, ദർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസ് സുഹൃത്തുക്കൾ, അവരുടെ സുഹൃത്തുക്കളെയും അതുപോലെ അക്വൈനൻസ് പറഞ്ഞാൽ പരിചയക്കാർ, സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ ചൂണ്ടിക്കാട്ടി, ഇതാണ് നീ, അതാണ് ഞാൻ എന്ന രീതിയിൽ തൊട്ട് കാണിക്കുന്നുണ്ടെന്ന്. ഈ സമയത്താണ് ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന്, ദ ഡ്യൂക്സ് ജസ്റ്റർ, ഡ്യൂക്കിൻ്റെ ജസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരത്തിലൊക്കെ ഒരു വിദൂഷകനുണ്ടാകും, തമാശ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരാൾ, രസികൻ. ആ കൊട്ടാരം വിദൂഷകന് ലീപ്ഡ് ഇൻ ടു ദ എയർ, ലീപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി വീണു, ഇൻ ടു ദ എയർ വായുവിലേക്ക് ചാടി. ഇവിടെ ചാടി എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്തെന്ന് അർത്ഥമല്ല, പുറകിൽ എവിടെ നിന്നൊരു വ്യക്തി മുമ്പിലോട്ട് കയറി വന്നു എന്നർത്ഥം. ആൻഡ് ഷൗട്ടഡ്, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ എം എ ഫൂൾ ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. ഓൾ ഓഫ് യു നോ നമുക്കറിയാം, അറിയുക എന്നാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദാറ്റ് ഐ ആം എ ഫൂൾ, ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്, ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ്, എനിക്ക് എന്തും ഉള്ളതല്ല, എനിക്ക് ബ്ലൂ ബ്ലഡ് ഇല്ല, അതായത് നീലരക്തം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, റോയൽ ബ്ലഡ്, ഞാൻ രാജകീയ കുടുംബത്തിൽ ജനിച്ചത്, നല്ല കുലീനനായ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയൊന്നും അല്ല. ഇൻ മൈ വെയിൻസ് എന്ന് പറഞ്ഞാൽ സിരകൾ, എൻ്റെ ഞരമ്പുകളിൽ ഓടുന്നത് നല്ല റോയൽ ബ്ലഡാണെന്നൊന്നും അർത്ഥമില്ല, നല്ല തറവാട്ടിൽ പറഞ്ഞ വ്യക്തിയാണെന്നൊന്നും നിങ്ങൾക്ക് ഇല്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്, ഒരു വിഡ്ഢിയാണെന്ന് അറിയാം, വലിയ കുടുംബത്തിൽ ജനിച്ച ഉന്നത കുലജാതനൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വേൾഡ്, ഐ ക്യാൻ സീ നോ പിക്ചർ, ഒരു ചിത്രം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല, ബട്ട് പകരം ഓൺലി എ ബ്ലാങ്ക് വേൾഡ്, ഓൺലി എന്ന് പറഞ്ഞാൽ മാത്രം, ഒരു ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എംപ്റ്റി, ശൂന്യമായൊരു ചുമര് മാത്രമാണ് ഞാൻ കാണുന്നത്.
ഇതാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. വിദൂഷകനുള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ട നമ്മൾ ടൈൽ ചിത്രകാരൻ എന്ത് ചെയ്തു നോക്കാം. When fools begin to talk, observed tile, it's time for wise men to walk. When fools begin to talk, വിഡ്ഢികൾ begin തുടങ്ങുമ്പോൾ, to talk സംസാരിച്ചു തുടങ്ങുമ്പോൾ, when fools begin to talk, വിഡ്ഢികൾ എപ്പോഴാണോ സംസാരിക്കാൻ വാ തുറക്കുന്നത്, അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ, ഒബ്സർവ്ഡ് ടൈൽ, ഇതെന്താ, ടൈൽ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, നിരീക്ഷിച്ച കാര്യമാണ് പറയുകയാണ്. ടൈൽ മനസ്സിൽ കരുതുകയാണ്, എപ്പോഴാണോ വിഡ്ഢികൾ സംസാരിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇറ്റ്സ് ടൈം, അതാണ് സമയം. ആർക്കുള്ള, എന്തിനുള്ള സമയം? ഫോർ വൈസ് മെൻ. വൈസ് മെൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ, ബുദ്ധിജീവികൾ. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ, ജ്ഞാനികൾ, ടു വോക്ക് നടക്കേണ്ട സമയമാണ്, ഇറങ്ങി പോകേണ്ട സമയമാണെന്ന്. എപ്പോൾ വിഡ്ഢി വാ തുറക്കുന്നോ അപ്പോൾ ഞാൻ മിണ്ടായിരിക്കണം എന്നർത്ഥം, ഇറങ്ങിപ്പോകണം എന്നർത്ഥം. അത് മനസ്സിലാക്കി ടൈൽ. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പണി പാളിയെന്ന് മനസ്സിലായി. ടൈൽ എന്ത് ചെയ്തു? He calmly strode out of the hall and rode away on his donkey. He calmly ശാന്തമായി തന്നെ strode out, ഓടിയൊന്നുമില്ല, മെല്ലെ മെല്ലെ ശാന്തമായി തന്നെ strode out, പുറത്തേക്ക് ഇറങ്ങി എന്നർത്ഥം, ഇറങ്ങിപ്പോയി. ഓഫ് ദ ഹാൾ, ഈ ഹോൾ വിട്ടുപോയി എന്നർത്ഥം കേട്ടോ, ഇറങ്ങിപ്പോയി, ഹോൾ വിട്ട് പുറത്തേക്ക് പോയിട്ട് റോഡ് എവേ. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, റോഡ് എന്ന് പറഞ്ഞാൽ സവാരി ചെയ്തെന്നാണ്. അപ്പോൾ സവാരി ചെയ്തു പോയി, യാത്ര ചെയ്തു പോയി. ഓൺ ഹിസ് ഡോങ്കി, വന്ന പോലെ തന്നെ കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്ത് പോയി കേട്ടോ, മിണ്ടാതെ പോയി. ഇനി നിന്നാൽ ചിലപ്പോൾ തല പോകുന്ന കേസാണ്, അതുകൊണ്ട് പോയി. ഈ പോകുന്ന സമയത്തും ദ ഫെദേഴ്സ് ഇൻ ഹിസ് ക്യാപ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റിൽ ബ്രീസ്. ദ ഫെദേഴ്സ്, തൂവലുകൾ, ഇൻ ഹിസ് ക്യാപ്, അവൻ്റെ തൊപ്പിയിലുള്ള തൂവലുകൾ, ഡാൻസ്ഡ് നൃത്തം ചെയ്തിരുന്നു, ഇൻ ദ ജെന്റിൽ ബ്രീസ്. എന്ന് പറഞ്ഞാൽ സൗമ്യമായ, ബ്രീസ് ഇളം കാറ്റ്, സൗമ്യമായ ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ 3 തൂവലുകളും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് അവിടുന്ന് ടൈൽ ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പാളിച്ചകൾ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ഓൾ.